അറിയത്തില്ല, വ്യക്തമായിട്ട് അറിയത്തില്ല. ഞാൻ ആരായിരുന്നെന്നും ഞാൻ ഇപ്പോൾ ആരാണെന്നും ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഈ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് പറയാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം മറ്റൊന്നുമല്ല, ഈ ബയോടെറിയം എനിക്ക് ഒരു രണ്ടാം ജന്മം തന്നു. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അതായിരിക്കും അത്. കൂടുതൽ പറയുന്നതിനെക്കാട്ടിൽ എനിക്ക് എല്ലാവർക്കും നമ്മൾ രണ്ട് ജന്മമുണ്ട്. ഒന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ജന്മം, മരിക്കുമ്പോൾ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു ജന്മം, ഒരു ജീവിതം. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് തന്നെ രണ്ട് ജന്മത്തിന്റെ സാക്ഷിയാകുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഒന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സന്ദർഭം, അതൊക്കെ ഞാൻ എന്റെ കിടക്കയിൽ അനുഭവിച്ചതാണ്. എന്റെ ജീവൻ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളൊരു അനുഭവം എന്റെ അമേരിക്കയിൽ വെച്ച് എന്റെ മക്കളുടെ അരിക്ക് ഞാൻ അനുഭവിച്ച. ഒരു ദിവസം കൂടെ കഴിച്ചിരുന്നെങ്കിൽ ഞാൻ അത് സംഭവിച്ചേനെ. അപ്പം ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കണമെന്നും ദൈവത്തിന്റെ ആ വലിയ എനർജിയെ പറ്റി ഈ ലോകത്തോട് വിളിച്ചു പറയണം എന്നുള്ള ഒരു സാക്ഷ്യം എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഈ ബയോടെറിയത്തിൽ ജോയിൻ ചെയ്ത് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ സന്തോഷം. 33 വർഷം ഗവൺമെന്റ് വെറ്റിനറി ഡോക്ടറായി ജോലി നോക്കി അവസാനം പെൻഷൻ പറ്റുന്നത് ഒരു ജില്ലയുടെ തലവനായിട്ടാണ്. 2011 റിട്ടയർമെന്റ് എടുത്ത് 11 മൊത്തം 21 5, അപ്പൊ 15 വർഷമായി ഞാൻ റിട്ടയർമെന്റ് ആയിട്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുമോ? ഒരു റിട്ടയർഡ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുമോ? ഇപ്പോൾ ഒരു കൊച്ചു പയ്യനായിട്ടല്ലേ തോന്നുന്നത്? അത് ഈ ബയോടെറിയം അതിന്റെ കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഞാനൊരു ലീഡിങ് വെറ്റിനറി പ്രാക്ടീഷണറാണ് കേരളത്തിലെ. കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ഷീരകർഷകരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ഷീരകർഷകരെ ഞാൻ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. ക്ഷീരകർഷകർ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബനാഥൻ അവരുടെ ഭർത്താവൊന്നുമല്ല, അവരുടെ പശുവാണ്. അതിൽ നിന്നാണ് അവര് പശുവിനെ കറന്ന് അതിന്റെ പാലും അതിന്റെ ചാണകവും അങ്ങനെ പാലുൽപ്പന്നങ്ങളൊക്കെ വിറ്റ് ആ കുടുംബത്തെ നയിക്കുന്നതും പിള്ളേരുടെ എഡ്യൂക്കേഷനും എല്ലാ കാര്യങ്ങളും ആ കുടുംബനാഥനിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്. ശാന്തമായി സംസാരിക്കാതെ വഴക്കുണ്ടാക്കാത്ത കുടുംബനാഥന്മാര് എത്ര പേരുടെ വീട്ടിലുണ്ട്? മിക്കവാറും ഇപ്പൊ ആരുടെയും വീട്ടിലില്ല. കാരണം അതിന്റെ ആവശ്യമല്ല. എല്ലാ ഈ ബയോടെറിയത്തിന്റെ അകത്ത് ശരിക്കും കാശ് കിട്ടുന്നുണ്ട്. ഈ പശുവാകുന്ന കുടുംബനാഥനെ ഒന്നും ഇപ്പൊ ആരും ഇങ്ങനെ ഓർക്കാറില്ല. ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എന്റെ സർവീസ് കാലത്ത് പല സ്ഥലങ്ങളിലും ഈ ഏറ്റവും വലിയ സബ്ജക്റ്റ് എന്നെ ആകർഷിച്ച അല്ല എന്റെ ബ്ലഡിൽ കടന്നുകൂടിയ ഒരു സബ്ജക്റ്റ് അന്നും മാഗ്നറ്റിസമായിരുന്നു. കാരണം ഞാനൊരു ക്ഷീരകർഷകന്റെ മോനായിട്ടാണ് ജനിച്ച്. അന്ന് എന്റെ അപ്പച്ചൻ ഒരു കാർഷിക ഫാർമർ ആയിരുന്നു. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം കാറ്റിൽ റെയറിംഗ് ആയിരുന്നു, പശു വളർത്തായിരുന്നു. അതിന്റെ ഇൻകം കൊണ്ടാണ് ഞങ്ങളുടെ 5 മക്കളും ജീവിച്ചതും ജനിച്ചതും വളർന്നതും പഠിപ്പിച്ചതും കല്യാണം കഴിച്ചയച്ചതും എല്ലാം. അപ്പച്ചനോട് ചേർന്ന് പശുവിനെ വളർത്തുകയും പോച്ച് പറിക്കുകയും ചാണകം വാരുകയും കൃഷി അങ്ങനെ ക്ഷീരകർഷകന്റെ മോനായിട്ട് ഞാൻ ജീവിച്ച്. അതുകൊണ്ട് എനിക്ക് താല്പര്യം വന്നു ഈ മൃഗങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, മൃഗങ്ങളുമായിട്ട് ഒരു ബന്ധം അവസാനം വരെ വേണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വെറ്റിനറി ഫീൽഡിൽ പോകുന്നതും അതിനകത്ത് ഡോക്ടറായിട്ട് വീണ്ടും ക്ഷീരകർഷകരുടെ ഇടയിലോട്ട് 50 വർഷമായി. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പോഴും ഈ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സാ രംഗത്ത് സ്റ്റെബേണായിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ചികിത്സയ്ക്ക് പോകുന്നുണ്ട്. എങ്ങനെയായാലും ഒരു ദിവസം 10, 100, 200 കിലോമീറ്റർ ബൈക്കിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. ബൈക്കിൽ കയറുമ്പോൾ പേച്ച് വീഴുന്നവൻ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച 2 മണി വരെ ബൈക്ക് ജേർണിയാണ്. അത് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഈ ബയോടെറിയം. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയ ശ്രീകുമാർ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഞങ്ങളെല്ലാം കൂടെ കൊട്ടാരക്കര ടീമിൽ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് ആണ് അത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു ലീഡർഷിപ്പ് ഒക്കെ ശ്രീകുമാർ സാറാണ് എടുക്കുന്നത്. ശ്രീകുമാർ സാറിന്റെ ഫ്രാഞ്ചൈസി ഉണ്ട്. ഞാൻ കണ്ടത് നല്ല മനുഷ്യർ വെച്ച് നല്ലൊരു മനുഷ്യൻ, അതിലൊരാള് ശ്രീകുമാർ സാറാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതും തിരിച്ചെന്നെയും അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ മനോജ് സാർ എൻ്റെ ഓൺ ബ്രദറാണ്. ഇവിടെ വരുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നു. എപ്പോഴും മനോജ് സാറ് ഞാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അത് ഹൃദയത്തിലുള്ള ഒരു വലിയൊരു സ്നേഹം നിലനിർത്തി പോകും. തീർച്ചയായിട്ടും മനോജ് സാറിനെ ഈ സമയത്ത് ഓർക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം ബോംബെ പോയി സഹജ് ജോഷിനെ നേരിട്ട് കണ്ട് സംസാരിച്ചാണ് സാറിന്റെ എല്ലാ നന്മയ്ക്കും എന്നെ പ്രാർത്ഥിക്കുകയും ഞാൻ ഈ സമയം നന്ദി പറയുകയും ചെയ്യുന്നു.
അതിലെല്ലാം ഉപരി എനിക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് എത്തിച്ചത് ഒരു ശ്യാം എന്ന് പറഞ്ഞൊരു പയ്യൻ. സാർ പറഞ്ഞ പോലെ ഞാൻ അമേരിക്കയിലായിരുന്നു. 6 മാസത്തെ വിസിറ്റിംഗ് വിസയില് ഞാനും വൈഫും അമേരിക്കയിൽ പോയി. എന്റെ 2 മക്കളും അമേരിക്കയിലാണ്. അപ്പൊ 2.5 മാസം കഴിഞ്ഞ് ഐ ആം ഫോഴ്സ് ടു കം ബാക്ക്. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായാലും ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ നിർബന്ധിതനായി. 6 മാസത്തെ വിസിറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് 2.5 മാസമായാണ് ഞാൻ തിരിച്ചു വരേണ്ടി വന്നത്. ഞാൻ ഒരാഴ്ചയും കൂടെ അവിടെ നിന്നായിരുന്നെങ്കിൽ ഞാൻ പെട്ടിയിൽ വരുമായിരുന്നു. അപ്പൊ ഒരാഴ്ച മുമ്പ് ആ ഡിസിഷൻ എടുത്തോണ്ട് എമർജൻസി ടിക്കറ്റ് വന്നിട്ട് ഞാൻ വീൽ ചെയറിൽ വന്നു. അപ്പൊ മനസ്സിലായില്ലേ, വീൽ ചെയറിൽ വന്നു. വീൽ ചെയറിൽ എന്റെ റൂമിന്റെ അകത്ത് കൊണ്ടാക്കും. കാരണം എനിക്ക് നടക്കാൻ വയ്യ, ഓർമ്മയില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മലം പോകുന്നില്ല, മൂത്രം പോകുന്നില്ല, ശരീരം എല്ല് വരെ വേദന. നമ്മൾ നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാഞ്ചി പോകും. ഞങ്ങള് അവിടുന്ന് യാത്ര അയക്കുമ്പോൾ എന്റെ മക്കളും 2 മക്കളും 2 മരുമക്കളും 4 കൊച്ചുമക്കളും ഒരു ബന്ധുക്കാരും കൂടി പള്ളിയിലെ അച്ഛനും കൂടി പ്രാർത്ഥിച്ചെന്നെ യാത്ര അയക്കുമ്പോൾ അച്ഛന്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വന്നുപോയി, അബദ്ധത്തിലോ അല്ലാതെയോ വന്നുപോയി, രാജാനെ ഇനി നമുക്ക് ദൈവമേ ഇതുപോലെ കാണാൻ സാധിക്കത്തില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച എന്നെ വിട്ട്. അതിന് ഞാൻ പേരിട്ടത് അന്ത്യകൂദാശ ചെയ്താണ് എന്നെ അമേരിക്കയിൽ നിന്ന് എന്നെ യാത്ര അയച്ചു. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും എണ്ണി ചിന്തിക്കാൻ മേല. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ നേരെ ഇവിടെ വന്നു. എന്റെ അപ്പോൾ എന്റെ മൂത്ത ബ്രദറുണ്ടായിരുന്നു. പുള്ളിക്ക് ഈ ബോൺ ക്യാൻസർ കൊണ്ടാ മരിച്ചത്. 6 മാസത്തിനുള്ളിൽ ഡയഗ്നോസ് ചെയ്തു. RCC ഞാനും വൈഫും കൂടെ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലെ 65 രൂപ അമേരിക്കയിൽ, ഞാനും എന്റെ ഭാര്യയേ ഉള്ളു നാട്ടിൽ. അപ്പൊ ഈ മൂത്ത ബ്രദറിനെയും ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാനാ, എന്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് പുള്ളി കാണിക്കുന്ന സിംറ്റംസ് തന്നെയാണ് ഞാനും കാണിക്കും. അപ്പൊ ഞാൻ തന്നെ എന്ന് നിഗമിച്ചു എനിക്ക് ബോൺ ക്യാൻസർ ആണ്. നാട്ടിൽ വന്ന് എന്റെ മുറിയില് ഞാൻ അടച്ചിട്ടു. മുറിയിൽ ഞാൻ കയറി. അവരോടും പറഞ്ഞ കസ്റ്റമേഴ്സിനെ ഒന്നും അല്ലെ വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞായറാഴ്ച പള്ളിയോട് യാത്ര ചോദിച്ചിട്ട് RCC പോകാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ പോകേണ്ടി വന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ അവിടെ ഡോക്ടർ ഡോക്ടറിനെ ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം 2 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടും എനിക്ക് മറ്റുള്ളതിനൊന്നും വ്യത്യാസമില്ല. ഓൺലി തിങ്സ് മൂത്രം പോകുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ. എന്റെ ബോണെല്ലാം വീണ്ടും അപ്പോൾ വീണ്ടും തന്നെ RCC പോവാം, അത് മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് RCC എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഫ്രീയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 മണിക്ക് ഒരു മെറ്റൽ കഷ്ണം കൊണ്ട് എന്റെ ഗേറ്റെ കൊട്ടുക. ഞാൻ നോക്കിയാണ് ഇന്നവരെ മെറ്റൽ കഷ്ണം കൊണ്ട് കൊട്ടിയ ക്ലിപ്പ് ഇട്ട് അടിക്കത്തേ ഉള്ളൂ. ഒരു പയ്യനാ. ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. സാറേ വളരെ പവീതോട് പറഞ്ഞു 1 മിനിറ്റ് തരാമോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിനെ പറ്റി. റോഡ് സൈഡ് ആയ ഒരുപാട് പേര് ഈ പ്രൊഡക്റ്റ് കൊണ്ടൊക്കെ വരും, നിനക്ക് പെണ്ണുങ്ങളും പെമ്പിള്ളാരും ആമ്പിള്ളാരും ഒക്കെ കയറി വരും. അപ്പൊ എന്തിനെ പറ്റി പറഞ്ഞു. സാറേ ഒരു മാഗ്നറ്റിസത്തെ പറ്റി പറയാനാന്നോ. വരാൻ പറഞ്ഞു. വന്നിട്ട് എന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞു. സാറേ ആരോഗ്യമുള്ളവരെ ആരോഗ്യത്തോടെ നിലനിർത്തും, അനാരോഗ്യമുള്ളവരെ ആരോഗ്യത്തിൽ ഒട്ടിച്ചു വരുത്തും. ഒരു ബയോമാഗ്നറ്റിക് തെറാപ്പി അതിനെ പറ്റി പറയാം. പിന്നെ ഞാൻ പറഞ്ഞ മോനെ ഒന്നും പറയണ്ട, പ്രൊഡക്റ്റ് എന്ന് കൊണ്ടുവരാമെന്നേ ചോദിച്ചുള്ളൂ, വില പോലും ചോദിച്ചില്ല. അവന്റെ ജീവിതത്തിൽ നല്ലൊരു MLM കാരൻ. അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഒന്നും പറയാതെ എന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവരും, വില പോലും ചോദിക്കാതെ ഒരാൾ ഓർഡർ ചെയ്യുന്നത് ഞാനാ. കാരണം ആ സബ്ജക്റ്റ് ആണ് ഞാൻ ക്ഷീര കർഷകർക്ക് ക്ലാസ് കിട്ടുന്നത്. എഫക്ട് ഓഫ് ബയോമാഗ്നറ്റിസം ഇൻ വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. അതാണ് എന്റെ സബ്ജക്റ്റ്. അപ്പോൾ വന്ന് പിറ്റേ ദിവസം കൊണ്ടുവന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. 7ാമത്തെ ദിവസം ഞാൻ ഭിത്തിയെ പിടിക്കാതെ ഞാൻ തന്നെ എന്റെ അടുക്കളയിൽ പോയി, ഭിത്തിയെ പിടിക്കാതെ ബാത്റൂമിൽ പോയി സിറ്റ് ഔട്ടിന്റെ ഗ്രില്ലെ പിടിച്ചുകൊണ്ട് വരെ നിൽക്കാനായിട്ട് ആരുടെ സഹായം, മറ്റേയാണ് എന്റെ വൈഫിന്റെ കയ്യെ പിടിച്ചെങ്കിലേ എനിക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഭിത്തിയെ താങ്ങണം. അങ്ങനെ ആയി. പേഷ്യൻസ്, എനിക്കൊരു പ്രൈവറ്റ് ക്ലിനിക് ഉണ്ട്, വെറ്ററിനറി ക്ലിനിക് ഉണ്ട് എന്റെ വീടിന് മുന്നിൽ. അവിടെ പെറ്റ് അനിമൽസിനൊക്കെ രാവിലെ കൊണ്ടുവരും. അതിനെയൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി. 1 മാസമായിട്ട് എനിക്ക് മോട്ടിവേഷൻ വന്നു. കാരണം ഞാൻ 1989 മുതൽ ബൈക്ക് ജേർണിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഇല്ല. 10-15 ബൈക്ക് ഞാൻ മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പ്രാക്ടീസ് എല്ലാം വീടുകളിൽ പോയി ചെയ്യുകയാണല്ലോ. അപ്പൊ അതിന് ബൈക്ക് വേണം. അപ്പം 30 ദിവസം ബൈക്കിൽ കയറാൻ തുടങ്ങി. ബൈക്കിൽ കയറാൻ തുടങ്ങി തന്നെ ഹാൻഡിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് 2.25 വർഷമാകും. 3 വർഷത്തിലോട് കടക്കുന്നു. എനിക്ക് എന്റെ ജീവിതത്തില് ഇതുപോലൊരു സുഖം അനുഭവിച്ച സന്ദർഭം ഇല്ല സത്യം പറഞ്ഞു. എന്നുവെച്ചാല് നല്ല ആരോഗ്യത്തിൽ നടക്കുമ്പോഴും ഒരുപാട് പ്രശ്നമായിരുന്നു. ചെറുപ്പകാലത്തും എല്ലാം പ്രശ്നങ്ങളായിരുന്നു.
അപ്പൊ ഇപ്പോൾ എൻ്റെ ബോഡി ഒരു പെർഫെക്റ്റ്. എൻ്റെ ബോഡി പെർഫെക്റ്റ് മാത്രമല്ല എനിക്ക് കിട്ടിയ ഈ ബയോട്ടിന്, ഞാനൊരു പെർഫെക്റ്റ് മാനായി. മറ്റേ ഞാൻ ഇച്ചിരി വെള്ളോടി ചെയിൻ സ്മോക്കർ, സ്മോളൊക്കെ അടിക്കും. പിന്നെ അങ്ങനെയുള്ള പുരുഷന്മാർക്കുള്ള എല്ലാ വിധവാന ഹാബിറ്റും ചുരുക്കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ ഈ ബയോട്ടറിയം ക്യാരക്ടർ തന്നെ ചെയ്തു. ഞാനൊരു സൗകര്യം ആസ്പെക്ട്സ് ഇപ്പോൾ ഒരു ദൈവഭക്തനും കൂടെ ആയി. അതെല്ലാം ഈ ബയോട്ടറിയം. എന്റെ ഫേസ് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറയാം, എന്റെ സംസാരം കേട്ടാൽ മതി. അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ ഞാനൊരു പെർഫെക്റ്റ് മാനാ, എനിക്കറിയാം എല്ലാ രീതിയിലും, മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്വഭാവപ്രകാരം എല്ലാം ഒരു പെർഫെക്റ്റ് മാൻ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ഞാൻ ചെയ്യുന്നുള്ളൂ. മറ്റേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനൊരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കും, കുടുംബമായിട്ട് പത്തനാപുരത്തിരിക്കുന്നു. എന്റെ പ്രൊഫഷണൽ പ്രാക്ടീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് എന്നെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ മുഖാന്തരം ഈ ബയോട്ടറിയം. അപ്പൊ ഇന്ന് ഞാൻ എന്റെ സബ്ജക്റ്റ് സമയം കറക്റ്റ് 7 മണിക്ക് ഞാൻ നിർത്തും. സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇന്നൊരു പുതിയൊരു, ഇപ്പൊ നമ്മൾ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റി പറയുന്നത്. അപ്പൊ ഈ ബയോട്ടോറിയത്തിൽ എനിക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് കിട്ടിയത്, നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർക്ക് അവരുടെ വീട്ടിൽ പോയി ഇതിനെ പറ്റിയുള്ള സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അവരുടെ ഭർത്താവിന് അവരെ അലട്ടിക്ക് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത്, അതിലുപരി ഞങ്ങളുടെ മർത്തോമ സഭയുടെ ഏറ്റവും വലിയ പോപ്പ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് തിരുവല്ല തിരുമേനിക്ക് ഇത് കൊടുക്കാൻ സാധിച്ചു. തിരുമേനിയുടെ അവിടെ ഇതിനെപ്പറ്റി പറയാൻ ചെന്നപ്പോൾ തിരുമേനി ഈ മാഗ്നറ്റിസത്തെ പറ്റി ഇങ്ങോട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ആദ്യമായിട്ട് പുള്ളി പറഞ്ഞ ഒരു വാക്ക് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിൽ പറയാൻ. പുള്ളി ഓസ്ട്രേലിയയിൽ പോയിരുന്ന ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ള, പക്ഷെ പുള്ളിക്ക് അന്ന് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. ഞാനും മനോജ് സാറും ഉണ്ടായിരുന്നു, എൻ്റെ വൈഫും ഉണ്ടായിരുന്നു, വീണ ജോർജിന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് തിയോഡോഷ്യസ് തിരുമേനിയുടെ മുന്നേ ഇരിക്കുമ്പോൾ മനോജ് സാർ ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തോണ്ട് പുള്ളി ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ അതിലും മേളിൽ ഒരു കാര്യം പറയാം. ഇത് ആരുണ്ടാക്കിയ പ്രോഡക്റ്റ് ആണെന്ന് ഞങ്ങളോട് ചോദിച്ചു. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ എനർജിയാ നിങ്ങൾ എന്നോട് പറഞ്ഞത്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ലേ? ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അല്ലേ? ഭൂമി ഇപ്പൊ എല്ലാം പാഴായിരുന്നു അന്ന് സൃഷ്ടിയുടെ സമയത്ത്, പക്ഷെ ഒരു എനർജി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ എനർജിയുടെ ദൈവത്തിൽ കൊടുത്തത് കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും അതിനകത്ത് ജീവിക്കാനായിട്ട് ഇടവന്നത്. അപ്പം ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയുടെ ഒരു എനർജിയാണ് നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ എനർജി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. സത്യസന്ധതയോട് ആത്മാർത്ഥതയോട് എല്ലാം നമ്മൾ ചെയ്യണം. അതിലതിന്റെ ഫെയിലിയർ ആവും, നമ്മളെ തന്നെ ഇതിനകത്ത് എടുത്തു കളയും. ഇതൊക്കെ നമുക്ക് അനുഭവമാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ എനർജി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും ആദരവോടും സത്യസന്ധതയോടും കൂടി മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. അത് മാത്രമേ ദൈവം അനുവദിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ വിജയിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇലക്ഷന് 3 ദിവസം മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെ തൃശ്ശൂര് ഒരു തീപിടുത്തം ഉണ്ടായില്ലേ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, പൂരപ്പറമ്പിൽ. അപ്പം ഒരുപാട് പേര് വെന്തു പരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടായിരുന്നു വയനാട് വെച്ച്, ഞങ്ങളുടെ ബാച്ചിന്റെ. അതിന് പോകാനായിട്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാൻ കയറിയിട്ട് ഞാനും വൈഫും ഉണ്ട്. ഞങ്ങള് ജനശതാബ്ദി എന്തെല്ലാം പുതിയ ട്രെയിൻ ഉണ്ടല്ലോ, വന്ദേ ഭാരത്, അതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ എൻ്റെ സീറ്റിന് തൊട്ട് മുന്നിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചീഫ് മിനിസ്റ്റർ VD സതീശൻ ഇരിപ്പുണ്ട്, രജിസ്ട്രേഷനും ഗവൺമെന്റും ഇരിപ്പുണ്ട്. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് പുള്ളി ഈ തീപിടുത്തത്തിന്റെ ആളുകളെ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എനിക്ക് VD സതീശനെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ ആ വ്യൂവും വിഷനും ഒക്കെ ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ഞാനൊരു ആരാധകനാണ്. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചു, ഈ കേരളത്തെ നല്ലപോലെ നയിക്കാനായിട്ട് എല്ലാം ഉണ്ട്, കഴിവൊന്നും ഉണ്ടെങ്കിലും സാരമില്ല, ആരോഗ്യം ഇല്ലെങ്കിലും ഒന്ന് കഴിവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഈ വലിയ ആരോഗ്യത്തിന്റെ രഹസ്യം പുള്ളിയോടൊന്ന് പറയണമെന്നുള്ള മോട്ടിവേഷൻ എനിക്ക് തന്നു. അപ്പൊ എൻ്റെ കയ്യിൽ ഈ ബാൻഡുണ്ട്, വൈഫിന്റെ കയ്യിലും ബാൻഡ്. അപ്പൊ ഞാൻ നേരെ VD സതീശന്റെ അടുത്ത് ചെന്നിട്ട് ഗൺമാനോട് ചോദിച്ചു, എനിക്ക് സാറിനോട് സംസാരിക്കാമോ ചോദിച്ചു. സാറിനോട് സംസാരിക്കാന്നോന്ന് ഗൺമാനോട് ചോദിച്ചപ്പോൾ തന്നെ എന്നെ കൈക്ക് പിടിച്ചിട്ട് അവിടെ ഇരുത്തി, അപ്പുറത്തെ സീറ്റിൽ ഇരുത്തിയിട്ട് എന്നെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവിലെ ഒരു ഡോക്ടറാണ്,
വയനാടാണ് ഞങ്ങൾ റീയൂണിയന് പോകുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അപ്പം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് വീണ്ടും എനിക്ക് ഈ കാര്യം പറയണമല്ലോ, ഈ ബയോട്ടോറിയം പറയണം. സാറേ ഇന്ന പോലെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു മെക്കാനിസം ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി ക്യൂരിയസ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ബയോമാഗ്നറ്റിക് തെറാപ്പിയാണ്, നമ്മൾ ഹെൽത്തി മെൻസ് കീപ്സ് ആസ് ഹെൽത്തി, അൺഹെൽത്തി പീപ്പിൾസ് മേക്സ് ഹെൽത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ആശുപത്രിയും മരുന്നൊന്നും വേണ്ട എന്നൊക്കെ ഞാനിങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ പറഞ്ഞു തന്നെ പുള്ളിക്ക് ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് ചോദിച്ചു അതെന്താ സാധനം ചോദിച്ചു. ഞാൻ അപ്പോൾ ഉടൻ തന്നെ ബാൻഡ്രസ് അതിന്റെ പ്രൊഡക്റ്റ് എല്ലാം പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിലെ ബാൻഡ് എടുത്ത് പുള്ളിയെ കാണിച്ചു. പുള്ളി കാണിച്ചു അങ്ങനെ മരുന്നും ഡോക്ടറും ഒന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ, അതിനെപ്പറ്റി ഒന്ന് പഠിക്കണമല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങാൻ തൃശ്ശൂർ അടുക്കാറായി. പുള്ളി എന്നോട് പറഞ്ഞു എന്റെ ഫോൺ നമ്പർ പേര് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ പേപ്പറിനകത്ത് എഴുതി കൊടുത്തു. ഞാൻ വിളിക്കാം ഡോക്ടറെ, ഞാൻ വിളിക്കാം, നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചിട്ടു. അങ്ങനെ ഒരു ഭാഗ്യം വി ഡി സതീശന്റെ ശ്രദ്ധയിൽ ഞാൻ ഇത് പെടുത്തുവാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടി. ഞാൻ പറയായിരുന്നു അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ രചിക്കാതെ ആരുടെ മുഖത്തും പറയാനായിട്ടുള്ള തൻ്റെ ഇടം നമുക്ക് കിട്ടണം. മെയിൻ, അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ദൈവത്തിന്റെ വലിയ എനർജി. ഈ ഒരു എനർജി, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറയാൻ പറ്റത്തില്ല, എന്നാലൊന്ന് കരുതിക്കും. ഈ ലോകത്തിലെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യുന്നതായ ഈ ഹെൽത്ത് വെൽത്ത് ഓപ്പർച്യൂണിറ്റി, ആ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഗതി, മാഗ്നറ്റിസം, ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം അനുഭവിക്കുന്നതും ജീവിതത്തിൽ അനുഭവിച്ച് ബെറ്ററായിട്ട് ജീവിക്കുന്ന ഏത് കാറ്റഗറിയിലെ ജീവനുള്ള ജന്തുക്കളാ, ജീവനുള്ള ആളുകളാ, അല്ലെങ്കിൽ ജീവനുള്ള ജന്തുക്കളാ? ആരാന്നറിയാമോ? അത് എന്റെ പ്രൊഫഷനാണ്. വെറ്റിനറി പേഷ്യൻസാ, അനിമൽസ്, പക്ഷിമൃഗാദികൾ, എല്ലാ പക്ഷിമൃഗാദികളും വനത്തിൽ താമസിക്കുന്ന ഏതെല്ലാം ടൈപ്പ് മൃഗങ്ങളുണ്ട്, അവരെല്ലാമാണ് ഇതിന്റെ ഫുൾ ബെനിഫിറ്റ് അനുഭവിച്ച് ഒരു പൈസയും കൊടുക്കാതെ ഒരു ഐഡിയയും ക്രിയേറ്റ് ചെയ്യാതെ സുഖമായിട്ട് 24 മണിക്കൂർ അതിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ഏക കാറ്റഗറി എന്ന് പറഞ്ഞ അനിമൽസാ, അൺഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ, മനുഷ്യന്റെ പരിപാലനത്താൽ അല്ലാതെ വളർത്തപ്പെടുന്ന മൃഗങ്ങൾ, പക്ഷികൾ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ മാഗ്നറ്റിനെ പറ്റിയാ. ഇപ്പൊ നമ്മളെല്ലാം സംസാരിക്കുന്നത് നിയോഡൈമിൻ മാഗ്നറ്റ് അല്ലേ, മാഗ്നറ്റിക് എനർജി ഫ്രം ഈ ബയോട്ടോറി. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഈ സംസാരം കഴിയുമ്പോഴത്തേന് ചിലപ്പം മണിയറ മാഗ്നറ്റിലൊക്കെ ഒരുപാട് പേര് പോയല്ലോ, അവരെയൊക്കെ ഈ ബയോട്ടോറിയത്തിന് ഔട്ടാക്കിയല്ലോ. അതുപോലെ എന്നെയും ചിലപ്പം മനോജ് സാർ എന്നാലും കോഴിക്കോട്ടോട്ട് പോയിട്ടുണ്ട്, ഈ സൂം കേൾക്കാൻ ചാൻസ് ഇല്ലെന്ന് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നാൽ തന്നെ ആരെങ്കിലും പറഞ്ഞു ചിലപ്പോൾ എന്നെ ഔട്ടാക്കിയെന്നിരിക്കും ഈ ബയോട്ടോറിയത്തിൽ നിന്ന്. കാരണം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മാഗ്നറ്റിനെക്കാട്ടി ഈ ബയോട്ടോറിയത്തിനെ മാറ്റി നല്ലൊരു മാഗ്നറ്റ് ഉണ്ട്. അത് വെറ്റ് മാഗ്നറ്റ് എന്ന് പറയും, വെറ്റിനറി മാഗ്നറ്റ് എന്ന് പറയും. അതറിയാമോ എന്താണെന്ന്? അത് വലിയ മാഗ്നറ്റാ, ഭയങ്കര ശക്തിയാണ്, പൈസ ഒന്നും കൊടുക്കണ്ട, എപ്പോ വേണമെങ്കിലും അതേ കിടക്കാം, അതേ ചവിട്ടി പോവാ, എല്ലാം ചെയ്യാം. അതാണ് എർത്ത്. എർത്തിനെ പറ്റി എർത്ത് ഇസ് ദ ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ്. എർത്ത് ഇസ് ദ റിച്ചസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ്. അതിന്റെ പവർ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പം ആ മാഗ്നറ്റിനെ പറ്റി ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ ഞാൻ പിന്നെ സ്വന്തമായിട്ട് പേരിട്ടിരിക്കുക എന്റെ കാറ്റഗറിയിലുള്ള മാഗ്നറ്റ്. അതിന്റെ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന അനിമൽസാ, എന്റെ പേഷ്യൻസ്. അപ്പം വെറ്റ് മാഗ്നറ്റിനെ പറ്റി എന്ന് പറയാൻ പോകുന്നത്. ഈ വെറ്റ് മാഗ്നറ്റ് എന്റെ ആക്ഷൻ ഇല്ലെങ്കിൽ നോ ലൈഫ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാല് നോ ലൈഫ് വിത്തൗട്ട് മാഗ്നറ്റിസം എന്നാണ്. അതുകൊണ്ടാണ് ദൈവം ആദ്യമായി ഈ മാഗ്നറ്റിസം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടല്ല ജീവജാലങ്ങളെ ഈ ലോകത്ത് സൃഷ്ടിച്ചത്. അതിന്റെ ആ മാഗ്നറ്റിന്റെ സുഖത്തിലാണ് എല്ലാ ജീവനും അസുഖം ഇല്ലാതെ, അല്ലെ? കാട്ടിൽ വളർത്തുന്ന മനുഷ്യന് ഡോക്ടർ ഉണ്ടോ? മരുന്നുണ്ടോ? ഷെൽട്ടർ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവര് ഫുൾ ടൈം 24 മണിക്കൂറും നേച്ചർ മാഗ്നറ്റ്, വെറ്റ് മാഗ്നറ്റിൽ അവർ കിടക്കുന്നതും എല്ലാം കഴിക്കുന്നതും വെറ്റ് മാഗ്നറ്റ്. ആ എനർജിയാണ് അവരെ നടത്തുന്നത്. എന്നാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് കാട്ടിൽ വളരുന്ന, ആമസോണിൽ വളരുന്ന, അല്ലെ കാടുമായിട്ട് മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കെങ്കിലും അസുഖം ഉണ്ടോ? അവർക്ക് കാർഡിയാക് ഡയബറ്റിക് ഉണ്ടോ? ഒന്നുമില്ല, ഒരസുഖമില്ല. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുമായിട്ട് നേച്ചറിന്റെ വരദാനങ്ങൾ അനുഭവിച്ച് വളരുന്ന ഒരു മനുഷ്യനും ഒരു ജന്തുജീവികൾക്കും ഒരു അസുഖവും ഇല്ല. എന്താ കാര്യം? ആ മാഗ്നറ്റ് അവരെ സംരക്ഷിച്ചോളും. ഇന്ന് നമുക്കത് പറ്റുമോ? ഇന്ന് നമ്മള് സുഖസൗകര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മള് ദൈവത്തിന്റെ സൃഷ്ടിയെ നമ്മൾ മറന്നുപോയി.
പൈസ കൊടുക്കാതെ ഫുള്ളായിട്ട് നമുക്ക് പ്രയോജനം തരുന്ന നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതമായിട്ട് അസുഖം വരാതെയും വന്ന അസുഖം മാറാനും എല്ലാത്തിനുമായിട്ട് ട്രീറ്റ്മെന്റ് നമ്മുടെ മുന്നേ കിടക്കുമ്പോൾ നമ്മള് പൈസ കൊടുത്ത് നല്ല ബെഡും നല്ല കോസ്റ്റ്ലി കാര്യങ്ങൾ നല്ല സുഖം അനുഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖം അതിനെതിരായിട്ട് നമുക്ക് തരുന്നുണ്ട്, അത് മറക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ എർത്ത് മാഗ്നറ്റ് ആണ് റിച്ച് മാഗ്നറ്റ്, ബെറ്റർ മാഗ്നറ്റ്, ഹെൽത്തി മാഗ്നറ്റ്, ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ്. അതിന്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് ജീവിച്ചാൽ നമുക്ക് ഈ ബയോട്രത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഇന്ന് നമുക്ക് അത് പറ്റത്തില്ല, നമ്മുടെ സാഹചര്യം മാറി. നമ്മൾക്ക് ഭൂമിയെ തൊടാൻ ഇച്ഛിച്ച അല്ലേ, മണ്ണുണ്ട്, അത് അഴുക്കാണ്, ക്ലേ ആണ്, കാലെ മുള്ളുകൊള്ളും, കല്ലുകൊള്ളും, അങ്ങനെ എല്ലാം വന്ന് ഞങ്ങള് അതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ കാൽപാദത്തിൽ ഒരു ചെരുപ്പിട്ടു അല്ലേ. മേളൊരു ഡോക്ടറുണ്ട് സൂര്യൻ. അപ്പൊ സൂര്യന്റെ ഹിന്ദുക്കൾ പറയുന്നത് സൂര്യ ഭഗവാൻ, ഭൂമി പറയുന്നത് എന്താ, ഭൂമി ദേവത. ഈ രണ്ട് ഡോക്ടർമാരെ സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും. അപ്പൊ ഈ രണ്ട് ഡോക്ടർമാരുടെ ഇടയ്ക്ക് നിൽക്കുന്ന അവരുടെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജീവജാലങ്ങൾക്കും അസുഖം വരില്ല. അത് വ്യതിചലിച്ച് മനുഷ്യരുണ്ടാക്കിയ സുഖഭോഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ രോഗത്തിന് അടിമയാണ്. ഇന്ന് ഞാനൊരു വെറ്ററിനറി പ്രാക്ടീഷണറാണ്. ഞാൻ ഒരുപാട് അനിമൽസിനെ ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഡോഗ്സിനെയാണ്. ഇപ്പൊ ഇടയ്ക്ക് ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ഡോഗിനെ. അപ്പൊ ഞങ്ങൾ പെറ്റ് അനിമൽസിനെയും കൊണ്ട് വരുന്ന ആ കാറുകളാണ് അവിടെ കിടക്കുന്നത്. പ്രത്യേകം കാർ സീറ്റ്, അതിനെ പ്രത്യേകത എല്ലാ രീതിയിലും ഹൈടെക് ആയിട്ടുള്ള മനുഷ്യനെ പോലും ഈ രീതിയിൽ അവിടെ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ പുള്ളിക്ക് 4-5 വേറെ ഡോക്ടേഴ്സ് ഉണ്ട്, പുള്ളി ആണ് അതിന്റെ സൂപ്പർ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് പിടിപ്പിക്കുന്നത് എന്താ അറിയാം, മണ്ണിൽ തൊടരുത്, പട്ടികളെ മണ്ണിൽ കിടത്താൻ പാടില്ല, മണ്ണുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, പൂച്ചകളെ മണ്ണിൽ കിടത്താൻ, അത് ഇൻഫെക്ഷൻ ആവും. അപ്പൊ ഒരു ദിവസം ഞാൻ ഉണ്ണികൃഷ്ണൻ എന്റെ ജൂനിയറായിട്ട് പഠിച്ചു, ഞാൻ എടാ പോടാന്നൊക്കെ ഞാൻ വിളിക്കും. ഞാൻ പറഞ്ഞു ഇയാൾ എന്തുവാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഭൂമിയുടെ എനർജി ഈ മൃഗങ്ങൾക്ക് കിട്ടണ്ടേ, അതൊക്കെ അങ്ങനെയാ സാറേ എന്ന് പറഞ്ഞാൽ അത് ഓപ്ലാസ്റ്റിക് വിടും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഞാൻ ഇവിടെ പറയുന്ന ക്ലാസ് എടുക്കുന്നത് എന്താ, പട്ടികളെ അസുഖമായിട്ട് എന്റെ ക്ലിനിക്കിൽ 2, 3, 4 എണ്ണത്തിനെ കൊണ്ടുവരും രാവിലെ. അപ്പൊ ഞാൻ ആദ്യമേ അവരോട് ചോദിക്കുന്നത്, ഈ പട്ടികളെ അഴിച്ചുവിടാറുണ്ടോ? ഇല്ല സാറേ, കൂട്ടിൽ തന്നെ. അതിന്റെ അഴിച്ചുവിടാറത്, അവിടെ എല്ലാം ചെളിയാ സാറേ, അവിടെ പോയി അവര് കൈകൊണ്ട് മാന്തിയാ കുഴിക്കകത്ത് കിടക്കും, അവിടുത്തെ പന്ന പോച്ചൊക്കെ തിന്നും. ശരി, ഓക്കെ. പിന്നെ ഞാൻ അവര് ചെറിയൊരു അവയർനെസ് കൊടുത്തിട്ടേ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു. ഞാൻ പറഞ്ഞു പട്ടിയെല്ലാം പ്രകൃതിയുടെ മക്കളാ, അവരുടെ മെയിൻ എനർജി കിട്ടേണ്ടത് ഭൂമിയിൽ നിന്നാണ്. അവർക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് സെൽഫ് ഡോക്ടേഴ്സ്, അവർക്ക് ഡോക്ടർമാർ വേണ്ട. അവർ ആദ്യമേ പോയി അവരുടെ ശരീരത്തിൽ എന്ത് ഇൽനെസ് ഉണ്ടെങ്കിലും ഒരു കുഴി കുഴിച്ചിട്ട് അവർ മണ്ണ് മാന്തി ആ മണ്ണിൻ്റെ അകത്ത് കിടക്കും, കുഴിക്കകത്ത് കിടക്കും. എന്തിനാ കുഴിക്കകത്ത് കിടക്കുന്ന അറിയാം, മാഗ്നറ്റിസം കിട്ടാൻ വേണ്ടി ഫുൾ ബോഡി. പിന്നെ എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും ദഹിക്കാതെ കിടക്കുകയാണെങ്കിൽ അരമുള്ള പുല്ല് തിന്നിട്ട് കക്കും, അപ്പം ദഹിക്കാത്ത പദാർത്ഥങ്ങളെല്ലാം വെളിയിൽ പോകും. അത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അവരത് ചെയ്യട്ടെ, അത് അനുവദിക്കണം എന്ന് പറയും. എന്നാൽ ഡോക്ടേഴ്സ്, ജൂനിയർ ഡോക്ടേഴ്സ്, പ്രാക്ടീസ് താല്പര്യമുള്ളവരൊന്നും ഇത് അനുവദിക്കത്തില്ല. അവർക്ക് കേസ് വേണം, പ്രാക്ടീസ് വേണം, കാശ് വേണം, അങ്ങനെ വേണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മള് എല്ലാ മൃഗങ്ങൾക്ക് വിവരമുണ്ട്, അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലും നമ്മൾ അനുവദിക്കത്തില്ല, ഓണർ അനുവദിക്കില്ല. കാരണം നമുക്ക് അതിനെപ്പറ്റി അവയർനെസ് ഇല്ല. നമുക്കറിയാം, ഞങ്ങൾ വെറ്റിനറി ഫീൽഡ് ഒരുപാട് ബന്ധമുണ്ടല്ലോ. ഈ കാട്ടിൽ വസിക്കുന്ന പശുക്കള്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വനയേറി അവിടെ അഴിച്ചുവിടുന്ന പശുക്കളുണ്ട്, ഒരുപാട് കാട്ടിൽ അഴിച്ചുവിടും. എന്നിട്ട് കറക്കാതെ നേരം അവരുടെ മുറ്റത്ത് വരും, അവർ കറന്നെടുക്കും, പിന്നെ അവർ പോകും. അവർക്ക് പച്ചവെള്ളം ഓലിയെന്ന് കുടിക്കും, പിന്നെ കാട്ടിലെ പുല്ല് തിന്നും, ഒരു പൈസയും മുടക്കാതെ അവർക്ക് പാല് കിട്ടും. അവർക്കൊന്നും ഞാൻ ഈ 50 വർഷമായിട്ട് അവരുടെ വീട്ടിലൊന്നും ഞാൻ ചികിത്സയ്ക്ക് പോയില്ല. അവര് 10, 20, 30 പശുക്കളൊക്കെ ഉണ്ട്. അവൻ പിടിച്ചാലും കിട്ടത്തില്ല, ഭയങ്കര ശക്തിയാണ്. അവരുടെ വീട്ടിലൊന്നും ഞാൻ ചികിത്സയ്ക്ക് പോയില്ല. എന്നാൽ നമ്മൾ താമസിക്കുന്നതിനെക്കാട്ടിലും നല്ല എരുത്തിൽ കൺസ്ട്രക്ട് ചെയ്ത് കോൺക്രീറ്റ് ഫ്ലോറിൽ നിൽക്കുന്ന പശുക്കൾക്ക് എന്നും അസുഖം. ആ പശുവിനെ അവർ ഫാം തുടങ്ങിയാലും 2-3 പശുക്കളായിട്ട് തുടങ്ങിയാലും അവർ നശിക്കുക ഫാം കൊണ്ട്. എന്താ കാര്യം, അസുഖം വന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കംപ്ലീറ്റ് ലോസ് ആവുക, പകരം ഇമ്മ്യൂണിറ്റി പവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് എനർജി ഉള്ള മാഗ്നറ്റിക് എനർജിയിൽ ലൂസ് ചെയ്യുക. കാര്യം എർത്തിലിന്റെ പുൽക്കൂടും എല്ലാം ഇരുമ്പാ. അപ്പൊ അവരുടെ ശരീരത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജി ഉണ്ടെങ്കിൽ തന്നെയും അത് ഇരുമ്പ് അയൺ അങ്ങ് വലിച്ചെടുക്കുക. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ് അവർ രോഗത്തിനടിമയായി ആരോഗ്യം ക്ഷയിച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലോസ് ആയി വരും അല്ലേ. അപ്പൊ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ
ഞാനിങ്ങനെ നേരത്തെ സർവീസ് ഇരിക്കുമ്പോൾ പല കണ്ണൂരെ കാസർഗോഡ് ഒരുപാടടുത്ത് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ക്ഷീരകർഷകർക്ക് വേണ്ടി. അപ്പൊ അവര് എന്നോട് ചോദിക്കും സാറിന്റെ ഫോൺ നമ്പർ ഒന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബോർഡ് എഴുതിയിട്ട് കൊടുക്കും. അപ്പൊ ഇപ്പോൾ രാത്രിയിൽ ചില കർഷകർ വിളിക്കും, സാറേ എന്റെ പശു വീണുപോയി, പ്രസവിച്ചിട്ട് 4 ദിവസമേ ആവുന്നുള്ളൂ, എനിക്ക് ആരുമില്ല, എന്റെ ഭാര്യയും 2 മക്കളുമാണ്, ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി വെച്ച് എന്നെ വിളിക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഒരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ എന്റെ പശുവിനെ, എന്റെ ലോൺ എടുത്തൊരു പശു, കെട്ടുതാലി എല്ലാം പണയം വെച്ചൊരു ലോൺ എടുത്തൊരു പശുവിനെ വളർത്തി, പശു പ്രസവിച്ചു, നല്ലൊരു HF ബ്രീഡാണ്, നല്ല പാല് കിട്ടുന്ന പശുവാണ്, അത് വീണുപോയി, എണ്ണിക്കാൻ വയ്യാന്ന്. അപ്പൊ പിന്നെ അടുത്തവർ പറയുന്നത്, സാറേ എന്റെ ഭർത്താവ് മരിച്ചുപോയി, 2 പെൺകുട്ടികളാണ്, ഇവരെ എല്ലാം വളർത്തുന്നത് ഈ പശുവിൽ കൂടെയാണ്, ഈ പശു മരിച്ചു പോയാൽ ഞാനും എന്റെ പിള്ളേരും ആത്മഹത്യ ചെയ്യും, ഒറ്റ വാക്കാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിയത് പശു നിങ്ങളുടെ അതിന്റെ ശരീരത്തിലുള്ള ബന്ധനങ്ങളെ അല്ല നൂലോ അല്ല ചരടോ അല്ലെ തകിടോ എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഈശ്വരനോട് പ്രാർത്ഥിയത്, എന്റെ കൊമ്പയത്തോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പശുവിനെ വലിച്ച് ആരുടെയെങ്കിലും സഹായത്തോടെ പിടിച്ച് മണ്ണിലോട്ടിടും. എന്നിട്ട് ഇച്ചിരി ഉപ്പും മൺസാരം കൂടെ വായിലോട്ട് ഒഴിച്ചുകൊണ്ട് തണുത്ത വെള്ളം, കിണറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ച് അതിനെ തണുപ്പിക്കുകയും ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ എന്നെ നേരം വിളിക്കുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അപ്പൊ അങ്ങനെ ഒന്നുണ്ടായി. ഒരു 6-6:30 എന്നെ വിളിച്ചിട്ട് ചിരിയോട് പറഞ്ഞു, സാറേ പശു ഇണ്ണിച്ച് എന്ന് തീറ്റിന്നു പറഞ്ഞു. എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആയിരുന്നു, ഒരനക്കമില്ലായിരുന്നു. അത് നമ്മുടെ മാഗ്നറ്റിലോട്ട്, നമ്മുടെ ഈ ബയോട്ടറി അല്ല ഞാൻ പറയുന്ന വെറ്റ് മാഗ്നറ്റും ഭൂമിയാകുന്ന മാഗ്നറ്റിലോട്ട് വലിച്ചിട്ടപ്പോൾ അതിന്റെ പെട്ടെന്ന് അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയി, ബ്ലോക്ക് അടിച്ചുപോയി, ആ പശുവിനെ ശ്വാസം കിട്ടി, ഒരു പുനർജീവനം. ഒരു പൈസയും മുടക്കിയില്ല, ഒരു ഡോക്ടറെ വിളിക്കാൻ പറ്റില്ല, ഒരു ട്രിപ്പും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. എന്നിട്ട് അവർ പിറ്റേ ദിവസം പറഞ്ഞു, സാറിന് വേണ്ടി ഞങ്ങളൊരു പുഷ്പാർച്ചന അർപ്പിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാന്ന് പറഞ്ഞു. എന്താ കാര്യം? ഒരു കുടുംബനാഥനെ ഞാൻ എന്റെ ഫോണിൽ എന്റെ നോളജ് കൊണ്ട് എന്റെ ഫോണിൽ കൂടെ ഞാൻ അവരെ രക്ഷപ്പെടുത്തി. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അങ്ങനെ ഒരുപാട് മിക്കവാറും രാത്രി വിളിക്കും. അപ്പോഴെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക. പ്രേയർ ഈസ് പവർ. കാരണം ദൈവത്തിന്റെ സൃഷ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥന വേണം. നിങ്ങൾ ആ പശുവിനെ ആരെങ്കിലും ഇല്ലെങ്കിൽ വലിച്ച് മുറ്റത്തോട്ടിടുക. വെള്ളത്തിൽ നിന്ന് കിണറ്റിലെ മാഗ്നറ്റിക് വാട്ടർ ഒഴിച്ച് അതിന്റെ മേളിലോട്ട് ഒഴിയും. ഉപ്പും പഞ്ചസാരയും, അതും ഒരു സ്റ്റിമുലന്റ്, അത് വായിലോട്ട് വെച്ചു. തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ കേസുകളും അങ്ങനെ ഒരു പരിധി വരെ ശരിയാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പവറുള്ള മാഗ്നറ്റിലോട്ട് നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റും ആക്ഷനുമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്ന് അത് സാധിക്കാവുന്നില്ല. നിങ്ങൾ പോയി എല്ലാ അസുഖവും മാറും, മണ്ണിൽ പോയി കിടക്ക്, അല്ലെ പച്ചവെള്ളം കെട്ടിന്ന് കോരിക്കുടി, അല്ലെ ചരിപ്പിടാതെ നടക്കാൻ ആരോട് പറഞ്ഞാലും ആരും നമ്മളെ കേൾക്കാനായിട്ട് തയ്യാറാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഡോക്ടർ സാഗർ ജോഷി കൂടെ പ്രവർത്തിച്ച് ആ എനർജി, ഭൂമിയിലുള്ള ആ ബിഗ്ഗസ്റ്റ് മാഗ്നറ്റിക് എനർജിയിൽ നിന്ന് ഒരു പാർട്ട് എടുത്ത് ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ടെക്നോളജിയായ നാനോ ടെക്നോളജിയിൽ രൂപകൽപ്പന ചെയ്ത് നമ്മുടെ ബെഡിൻ്റെ അകത്ത് ഇൻസ്റ്റോൾ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിധി വരെ, ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന വിഷമസദ്യയിൽ നിന്ന് ഒരു പരിഹാരം ലഭിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മള് വെറ്റ് മാഗ്നറ്റിന്റെയും ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ 100% ഈ ബയോട്ടറിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്. എന്താ പറയുക, നമുക്ക് നേച്ചറിന്റെ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ വേണം. നമുക്ക് കിട്ടുന്നുണ്ട് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജി. അത് നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഇനഫ് വോൾട്ടേജ് ഇല്ല. വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന എനർജിയെ പിടിച്ചെടുക്കാനായിട്ട് ഒരുപാട് അയൺ കൂടാരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അത് ദാറ്റ് എനർജി ഈസ് നോട്ട് സഫിഷ്യന്റ് ടു റൺ അവർ ബിഗ് മിഷൻ. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ഏതാണെന്നറിയാമോ? നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ്. ഏറ്റവും വലിയ ഡോക്ടർ ആരാന്നറിയാമോ? നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ്. ആ ഡോക്ടർക്ക് ചികിത്സ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ മാൻമെയ്ഡ് ഡോക്ടേഴ്സിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ മാൻമെയ്ഡ് ഡോക്ടേഴ്സിനെ ആശ്രയിക്കുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ഒരു രോഗിയാകാനായിട്ട് നമ്മൾ തന്നെയാണ് വഴിവെച്ചു കൊടുക്കുന്നത്. നമ്മൾ ഭൂമിയുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ഭൂമിയുടെ ജലം നമ്മൾ ശരിക്കും അതിന് വേണ്ട വിധത്തിൽ കുടിക്കുന്നില്ല. ഒന്നിൽ തിളപ്പിച്ചരച്ച വെള്ളം, അല്ലെ പൈപ്പിൽ വെള്ളം. യഥാർത്ഥത്തിൽ കിണറ്റിലെ വെള്ളം നല്ലപോലെ തൊട്ടി കൊണ്ട് ഇടിച്ച് രാവിലെ ഒരു 6 മണിക്ക് മുമ്പ് കോരി കുടിക്കുകയും
അതോടൊപ്പം നമ്മൾ ചെരുപ്പിടാതെ കുറച്ച് സമയമെങ്കിലും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയും അല്ലെങ്കിൽ രാവിലെ എണ്ണിച്ച് 8 മണിയുടെ മുമ്പുള്ള സൂര്യപ്രകാശം മുറ്റത്തിൽ നിന്ന് കൊള്ളുകയും ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ രോഗത്തിൽ നിന്നോ പ്രതിരോധ ശേഷി നമുക്ക് കിട്ടിയ രോഗത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ബയോട്ടിൽ നമുക്ക് വന്നപ്പോൾ നമ്മുടെ ബെഡിൽ ആ എനർജി കൊണ്ടു തന്നു. ഡോക്ടർ സാഗർ ജോഷിക്ക് വളരെ താങ്ക്സ്. കാരണം ഇപ്പൊ ഈ ഒന്ന ലോകത്ത് നമ്മൾ ആരോട് പറഞ്ഞാലും ആദ്യത്തെ സൈഡിലോട്ട് അവർ പോകില്ല. അപ്പം നമ്മുടെ കാശുണ്ടാവും, കാശുണ്ടാക്കി നമുക്ക് ആ ബെഡ് കൊണ്ടു തന്നു. നല്ല ഉറക്കം, അതിന് നല്ല സർക്കുലേഷൻ, നല്ല വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണം. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു മെഗാ ഹൈടെക് സിറ്റിയാണ് അല്ലേ? ഒരു ഹൈടെക് സിറ്റിയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. ഈ ഹൈടെക് സിറ്റി നല്ലപോലെ പ്രവർത്തിക്കണമെങ്കിൽ എന്താ ആദ്യമേ വേണം? അതിന് നല്ല റോഡ് വേണം അല്ലേ? ഒരു സിറ്റി ഡെവലപ്മെന്റ് ചെയ്യണം എങ്കിൽ ഒരു ദേശം ഡെവലപ്പ് ചെയ്യണം എനിക്ക് ഏറ്റവും നല്ല റോഡ് വേണം. നല്ല കട്ടറില്ലാത്ത നല്ല റോഡ് വേണം. ആ റോഡ് ഉണ്ടായി പിന്നെ നമ്മുടെ വേസ്റ്റ് നിർമ്മാർജ്ജനം, ആ റോഡ് സൈഡിലുള്ള പന്ന കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പും ചവറും, അത് ആ റോഡിനെ ബുദ്ധിമുട്ടിക്കുന്ന സിറ്റ് നശീകരിക്കുന്ന എല്ലാം ചപ്പും ചവറും വേസ്റ്റും മാറി. ഇത് രണ്ടെണ്ണം ശരിയാവുമ്പോൾ കറക്റ്റ്. അതുപോലെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. നമ്മുടെ എല്ലാ രക്തധമനികളും രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നാഡീവ്യൂഹമുണ്ട്, ഒന്ന് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കമ്പനിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മാഗ്നറ്റിന്റെ അകത്ത് ഒരു സൂചി നമ്മൾ തൊട്ടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞിട്ട് ഒട്ടിപ്പിടിക്കാന്ന് പറയുമോ? നമ്മൾ ഫോൺ അമേരിക്കയിലായിട്ട് ജസ്റ്റ് ഒന്ന് നമ്പർ അടിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ എന്തിനാ അമേരിക്കയിലുള്ള ഫോൺ എടുക്കുന്നത്? അതൊക്കെ വലിയ അൺസീൻ പവർ അല്ലേ? ഇപ്പൊ നമ്മുടെ മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിസം നമ്മുടെ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിജയിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഭൂമിയുടെ എല്ലാ ഇമ്പ്രൂവ്മെന്റ്സിനും മെയിൻ ആയിട്ട് വേണ്ടുന്നത് മാഗ്നറ്റിസം. ജീവജാലം തുടിക്കാനും മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭൂമിയിലുള്ള വളരുന്ന എല്ലാ സസ്യജന്തുക്കൾക്കും എല്ലാ കണ്ടുപിടുത്തങ്ങളും മാഗ്നറ്റിക് പ്രഭാവത്തിൽ അല്ലെങ്കിൽ അത് വിജയിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ബോഡിയില് ഇൻഫർമേഷൻ ടെക്നോളജി ശരിക്ക് പ്രവർത്തിക്കണമെങ്കിൽ നാഡീവ്യൂഹങ്ങൾ ശക്തി പ്രാപിക്കണം. നാഡീവ്യൂഹങ്ങളെ ആദ്യത്തെ ഒരു സ്ഥലത്ത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു, ഞരമ്പുകളിൽ കൂടെ എന്താ ഓടുന്നത്? രക്തം ഓടുന്നു. ഈ രക്തം ശരിക്ക് ഓടണമെങ്കിൽ കട്ടിപിടിക്കാതെ കട്ടിയാകാതെ ഓടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ രക്തത്തിന് ഒരു മാഗ്നറ്റിക് പവർ വേണം. അപ്പൊ നമ്മുടെ ശരീരത്തിലെ മാഗ്നറ്റിക് പവർ ഡിമിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കട്ടി കൂടുന്നത്. ബ്ലഡിന്റെ കട്ടി കൂടിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? RBC എന്ന് പറഞ്ഞാൽ ആരാ? RBC ആണ് എല്ലാം, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. അവനാണ് ഓക്സിജനും വെള്ളവും ന്യൂട്രിയൻസും നമ്മുടെ ശരീര കോശങ്ങളിൽ എത്തിക്കുന്നത്. RBC. ഈ RBC ഓരോന്നാണ് സിംഗിളായിട്ട് സഞ്ചരിച്ചാണ് ഓക്സിജൻ കൊടുക്കുന്നത്. ഈ RBCയുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്. ആ തൊപ്പിക്കകത്താണ് ഇവന് ഓക്സിജൻ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ കോടാനുകോടി RBCs കൊണ്ട് ഓരോ സെൽസിനും കൊണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ ആ സെൽസിന്റെ ശരിക്കും ബ്രൈറ്റ് ആയിട്ട് കത്തി ജ്വലിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്താനുള്ള കഴിവ് ആർജിക്കുന്നു. അപ്പൊ ഈ RBC ഭയങ്കര ജോലി ചെയ്യുന്നവനാണ്. അവന് നല്ല ഹൈവേ വേണം. നമ്മുടെ രക്തധമനികളെല്ലാം ക്ലിയർ ആകണം. കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇവന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന എത്ര? 70%. അപ്പൊ ആ ടക്കെന്ന് അടിക്കുമ്പോൾ തന്നെ ഇതെല്ലാ സെല്ലിനും ഈ RBC പോയി ഓക്സിജൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ ഹൈവേ, നമ്മുടെ നരമ്പുകൾ നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടയ്ക്ക് തടസ്സം വരും, കുണ്ടും കുഴിയും ഉണ്ടാകും, സഞ്ചരിക്കാൻ പറ്റില്ല. പകുതി വരുമ്പോഴത്തേന് അടുത്ത ബീറ്റ് വരും. അപ്പൊ അതിനൊക്കെ ഇനഫ് ഓക്സിജൻ, റിക്കേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ, റിക്കേർഡ് ടൈമിൽ റിക്കേർഡ് പ്ലേസിൽ RBCക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പം കോശങ്ങളുടെ പവർ കുറയും, കോശങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ നശിക്കും, നമ്മുടെ രോഗ അണുക്കൾ കയറി വരും അല്ലേ? അപ്പോൾ രോഗത്തിന്റെ അണുക്കളാണ് നമ്മളെ ഇൻവേഡ് ചെയ്യുന്നത്. അപ്പൊ RBC നല്ലപോലെ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇനഫ് മാഗ്നറ്റിക് ചാർജ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ ഒരു മാഗ്നറ്റിക് ചാർജ് നമ്മുടെ കയ്യെ വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അതാണ്. കാരണം നമ്മുടെ ചുറ്റും വൈഫൈ റേഡിയേഷൻ, മൊബൈൽ റേഡിയേഷനും അയണും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് കണ്ടിന്യൂസ് നമുക്കൊരു സർക്യൂട്ട് വേണ്ടിയാണ് റെസ്റ്റ് ബാൻഡ്. നമ്മുടെ ശരീരത്തിൽ റെസ്റ്റ് വേണമെന്ന് മാത്രമല്ല, ശരീരത്തിൽ കാലയിലോ അല്ലെ അരയ്ക്കോ എവിടെയെങ്കിലും നമ്മൾ അതൊന്ന് ടൈ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ശരീരത്തിലെ മാഗ്നറ്റിസം കുറയുമ്പോൾ RBC എന്ന് പറഞ്ഞ ആ സെൽ അത് കൂട്ടം കൂടി ഓക്സിജൻ കൊണ്ട് കൊടുക്കും. അദ്ദേഹം പറയും, ഒരുത്തം പറയടാ എനിക്ക് വലിയ ശക്തി ഇല്ലടാ, നീ എന്റെ കൂടെ വാടാ, നമുക്ക് ഒരുമിച്ച് ചെയ്ത് ചുമന്നുകൊണ്ട് പോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്
രക്തധമനികളിൽ ചില സന്ദർഭത്തിൽ ചില രക്തധമനികൾ ഷ്രിങ്കായിട്ടിരിക്കും, വളരെ ചുരുങ്ങിയിരിക്കും. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ആവും. ഒരു RBC പോകുന്ന സ്ഥലത്ത് 1000 RBC കൂട്ടം കൂടി പോയ ആ നാഡീവ്യൂഹത്തിൽ കൂടെ അല്ലെ ബ്ലഡ് വെസൽസ് കൂടെ സഞ്ചരിക്കാൻ പറ്റുമോ? മാക്രോ കാപ്പിലറീസ് കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല, ബ്ലോക്ക് ആവും. അപ്പം ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ തടസ്സപ്പെടും, ഫെയിൻറ്റ് ചെയ്യും. ആ ഫെയിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത്, പല ഡിഗ്രിയുണ്ട്. ഫോർത്ത് ഡിഗ്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മളെല്ലാവരും അത്ഭുതം നമ്മൾ കാണുന്നത്. എന്ത് കാണുന്നു? ഉടൻ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ബാൻഡ്, ലൈഫ് സേവിങ് ട്രങ്ക് എന്നാണ് ഞാൻ പറയുന്നത്, കൊണ്ട് ആ ഹാൻഡിലോട്ട് കെട്ടുമ്പോൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നോർമൽ സ്റ്റേറ്റിലോട്ട്. എന്താ കാര്യം? ബ്ലഡിനകത്ത് അയൺ. നമ്മുടെ ഞാൻ പറഞ്ഞത് RBCയുടെ ഒരെണ്ണം പോകുന്നിടത്ത് പോയ ബ്ലോക്ക് ആവും. അങ്ങനെ ഓക്സിജൻ സപ്ലൈ നിലയ്ക്കും, നമ്മള് മയങ്ങി വീഴും. ഇപ്പൊ ഉദാഹരണം വളരെ സിമ്പിൾ ആണ് ആലോചിക്കുക. ഒരു പാത്രത്തിനകത്ത് കായ്വെള്ളം, ഒരു പ്ലേറ്റിന്റെ അകത്ത് പച്ചവെള്ളം, ഒരു ഉറുമ്പിനെ അതിന്റെ അകത്ത് എടുത്തിട്ട് ഈ ഉറുമ്പ് ഏതിൻ്റെ അകത്ത് സ്പീഡിൽ സഞ്ചരിക്കുന്നത്? പച്ചവെള്ളത്തിൽ കൊഴുപ്പ് കൂടിയ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൊഴുപ്പ് കൂടുമ്പോൾ നമ്മൾ സഞ്ചാരപഥം തടസ്സപ്പെടും. പിന്നെ ബ്ലഡ് വെസൽസിന്റെ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ആക്രി സാധനം. നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിക് വേസ്റ്റിന് ഞാൻ ഇട്ടേക്കുന്ന ആക്രി സാധനം. നമ്മളൊരു വീട് പണിഞ്ഞു, അല്ലെ റോഡ് പറഞ്ഞു, അല്ലെ ഒരു സിറ്റി നമ്മൾ നല്ലപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ ആക്രി സാധനം ഒരുപാട് വിൽക്കാൻ കാണും, ഇല്ലേ? ആക്രി സാധനം എന്ന് പറയാൻ കാര്യം, ഇന്ന് ഞങ്ങളുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും സംഭാവന കൊടുത്തുകൊണ്ട് 4.5 കോടി രൂപ വേണം. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും അടുത്തപ്പം ഒരു കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്തു, ഓരോ വീടുകളിലും ചുമ്മാ ആക്രി സാധനം പാണ്ടിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് പോയി കളക്ട് ചെയ്തിട്ട് കൊണ്ട് കൊടുത്താൽ ഒരു എമൗണ്ട് കിട്ടും. അതിന്റെ കൺവീനർ, അതിന്റെ സെക്രട്ടറി എന്റെ ഭാര്യ ഉഷാ രാജുവാ. അത് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഇന്നും പോകുന്നുണ്ട് ആക്രി സാധനം കളക്ട് ചെയ്യാൻ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മെറ്റാബോളിസം ഭയങ്കര പ്രവർത്തനമല്ലേ നടക്കുന്നേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഷനറി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഹ്യൂമൻ ബോഡിയാ. ആ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്രി സാധനം എന്തുമാത്രം ഉണ്ടാവും ദിവസവും. ഈ ആക്രി സാധനം അവിടെ കെട്ടിക്കിടക്കുക, റോഡ് തടസ്സപ്പെടുത്തുക. റോഡിൽ ശരിക്കും സഞ്ചരിക്കാൻ, RBCക്ക് സഞ്ചരിക്കാനായിട്ട് പാസേജ് ഇല്ല, ബ്ലോക്കാ. അപ്പോൾ ഈ ആക്രി സാധനം പറക്കി കളയണം. ആദ്യം ഈ ആക്രി സാധനം പറക്കി കളയണമെങ്കിൽ 2 ആക്ഷൻ വേണം നമ്മുടെ ഈ ബയോടെറിയൻ യൂസ് ചെയ്യുമ്പോൾ. ഒന്ന്, അത് ഇളക്കാനുള്ള ഒരു പവറാണ്. കുത്തി ഒരു കമ്പി പാര കൊണ്ട് ഒരു പാറ ഇളക്കണമെങ്കിൽ എന്ത് വേണം? കൈകൊണ്ട് പിടിച്ചാൽ വരുമോ? അത് ഈ മാഗ്നറ്റിക് എനർജി മാത്രമേ പറ്റൂ. ഒന്ന്. രണ്ടാമത് അതിനോട് പുറന്തള്ളാൻ എന്ത് വേണം? അത് വെള്ളം, മാഗ്നറ്റിക് വാട്ടർ. ഫ്ലഷിങ് വേണം. കക്കൂസിലെ പോയിട്ട് നല്ലപോലെ ഫ്ലഷ് ചെയ്തിൽ എന്ത് സംഭവിക്കും? വേസ്റ്റ് അതിൻ്റെ അത് കിടക്കും, അല്ലെ, പൊങ്ങി വരും. അപ്പൊ നമ്മൾ നല്ലതുപോലെ കുടിക്കണം. അത് വെള്ളം കുടിച്ചാൽ പോരെ, നല്ല അതും ജീവജലം കുടിക്കണം, പച്ചവെള്ളം കുടിക്കണം, ചത്ത വെള്ളം കുടിക്കണം. നമ്മുടെ ഈ പായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ആക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ കൊടുത്തവർക്കും കുറച്ച് പേർക്ക് ആക്ഷൻ ഇല്ല. വെള്ളം കുടിക്കുന്നുണ്ടോ? അതെന്തോ വെള്ളം? ഓ സാറേ, ഞാൻ ചൂടുവെള്ളം കുടിച്ചില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. സാർ അത് മോഹിച്ച് ബാക്കി എന്തോ പറഞ്ഞാൽ ഞാൻ ഇനി ചൂടുവെള്ളം കുടിച്ചില്ല, ചുമക്കും സാറേ. അവരെ ജീവിതത്തിൽ നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. ബാൻഡ് കെട്ടണം. ബാൻഡ് കെട്ടുമ്പോൾ ഓ സാറേ, ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇതെന്താ BJP-കാരനാണ്, നീ ഇതൊക്കെ ഇതെന്താ പുതിയ BJP-കാരെ ഈ ചരടാണല്ലോ ഇത്, അതിനെക്കാട്ടി ഇപ്പൊ വലിയതാക്കിയോന്ന് പറഞ്ഞ് കളിയാക്കും സാറേ. എന്നാ നിങ്ങൾ കാലേ കെട്ടും. ഓ കാലേ കെട്ടിയാലും പെണ്ണുങ്ങളോട് പറയാം, ഓ അത് ശരിയാക്കരുത്. ഈ 2 എണ്ണം ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓ ഈ ബാറ്ററി ഞാൻ വാങ്ങിച്ചു, ഒരു ഗുണമൊന്നുമില്ല. എന്നാൽ നമ്മൾ ആ ഈ 2 പ്രോഡക്റ്റ്, വെള്ളവും ഈ ബാൻഡും നമ്മൾ മസ്റ്റാ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്കത് അനുഭവം. അതായത് ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യമേ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ ബാൻഡ് മെത്തേ കിടക്കുമായിരുന്നു, അല്ല ഈ മാഗ്നറ്റിക് മാട്രസും പില്ലോ പാടും ഉപയോഗിക്കുമായിരുന്നു. ഈ വെള്ളവും കുടിക്കത്തില്ലായിരുന്നു, എനിക്ക് ഈ ബാൻഡ് കിട്ടെ. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അവയർനെസ് ഇല്ലായിരുന്നു. കാരണം ഈ ശ്യാമെന്ന് പറഞ്ഞവൻ ഈ ഇത് കണ്ടെത്തിട്ട് ഇത് അങ്ങ് പോയി. പിന്നെ യൂസേജ് ഒന്നും ഞാൻ വലുതായിട്ട് ആ പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ, വെള്ളത്തിന്റെ പാക്കേജും ഈ ബാൻഡിന്റെ പാക്ക് പൊട്ടിക്കാതെ തന്നെ മേശപ്പുറത്ത് അലമാരിക്കാതിരിക്കുക. എന്നാൽ മനോജ് സാറിന് എന്റെ വീട്ടിൽ അയച്ചു. കൊട്ടാരക്കര ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ സിറ്റ് കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ തൊട്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഞാനിത് വൈകിട്ട് ഞാൻ കിടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ അറിയാമോ? അത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയാണ്. എന്റെ കണ്ണിൽ പാടി വെക്കും. എന്റെ കണ്ണിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു, കാഴ്ച കുറവായിരുന്നു, പാടി വെച്ചെന്നെ അത് കറക്റ്റ് ചെയ്തു. പിന്നെ എന്റെ നെഞ്ചത്ത് എപ്പോഴും ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പില്ലോ പാട എടുത്തിട്ട് ബെഡിന്റെ അകത്ത് വെക്കും, ഒരു പില്ലോ തലങ്ങണയ്ക്കകത്ത്. ഇപ്പൊ 2 പില്ലോ പാട ഇല്ലാത്തവരെ എന്ത് ചെയ്യണം എന്നറിയാമോ?
ആ ബെഡ് വലിച്ച് പില്ലോയുടെ മേളിലോട്ട് ഇട്ടിട്ട് ആ പില്ലോ പാടെടുത്ത് നെഞ്ചത്ത് വെക്കണം. നൈറ്റിക്കകത്തോ ആണെങ്കിൽ അത് ബെന്നിൻ്റെ അകത്തോ വെച്ച് കിടക്കും. അത് നമുക്ക് കെട്ടിപ്പിടിച്ച് വെക്കുമ്പോൾ അത് പിന്നെ അതില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ലങ്സിലോട്ട് ആ പ്രഷർ, ആ മാഗ്നറ്റിക് എനർജി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. അടിയിലും ഉണ്ട്, മേളിലും ഉണ്ട്. അപ്പൊ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഞാൻ എൻ്റെ വെന്റിലേറ്റർ കേസായിരുന്നു. അപ്പൊ എനിക്ക് ശ്വാസം വിടണമെങ്കിൽ ഞാൻ എണ്ണിച്ച് ഇങ്ങനെ ഒന്ന് നല്ലപോലെ എണ്ണിച്ചെന്നെങ്കിൽ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. അപ്പൊ ഇത് ഞാൻ നെഞ്ചത്തൂടെ വെച്ചപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം പില്ലോപ്പാട് നമുക്ക് നെഞ്ചത്ത് രാത്രി വെച്ച് കിടക്കാൻ നമ്മുടെ അപ്പൊ അങ്ങനെ ഒരു പശു വീണ് കിടക്കുന്നു. അതുകൊണ്ട് അവരിങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചോണ്ടിരിക്കും. ഞാൻ മറുപടി അറിയാനും പറ്റിയില്ല. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ബയോട്ടോറിയം യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ക്രമമുണ്ട്. അത് അപ്പൊ നമ്മുടെ ശരീരത്തിലെ ആക്രി സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യണം. അത് വെള്ളത്തിലൂടെ പറ്റുള്ളൂ. ആക്രി സാധനങ്ങൾക്ക് കുത്തി കളക്കണം. അത് നമ്മുടെ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അത് രണ്ടും നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതിയുടെ വരദാനങ്ങളായ സൂര്യപ്രകാശത്തിന്റെ ഒരു പ്രസൻസോട് നമ്മുടെ ബോഡിക്ക് വേണം കേട്ടോ. അതുകൂടെ ഉണ്ടെങ്കിൽ അത് അറ്റ് വിൽ എൻഹാൻസ് ദ ആക്ഷൻ ഓഫ് ഈ ബയോട്ടോറിയം. ഇപ്പൊ രാവിലെ ആവുന്നിടത്തോളം നമുക്ക് ഈ സൂര്യരശ്മി നമ്മുടെ ആദ്യത്തെ ഉദയ ഭഗവാന്റെ രശ്മി നമ്മുടെ ബോഡിയിൽ അടിക്കുന്ന ഒരു സ്റ്റേജും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. പ്ലസ് അതിലുപരി നമ്മൾ മണ്ണ് മുറ്റത്തുണ്ടെങ്കിൽ നമ്മൾ കസാര ഇരുന്നിട്ട് നമ്മുടെ കാൽപാദത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി എന്നാണ്. നമ്മുടെ ബോഡിയുടെ 4448 നാഡീ നരമ്പുകൾ അവസാനിക്കുന്ന കാൽപാദത്തിലാണ്. അതാണ് നമ്മുടെ ചാർജിങ് ഹാർട്ട്. നമ്മുടെ ശരീരത്തിൽ 2 ഹാർട്ടുണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന ഹാർട്ട് നമ്മുടെ നെഞ്ചത്ത്, അത് പമ്പിങ് ഹാർട്ടാണ്, ബ്ലഡ് സർക്കുലേറ്റിംഗിന്റെ കേന്ദ്രമാണ്. അത് നമുക്കൊരു ചാർജ് വേണം അല്ലെ. ഏത് മിഷനറിക്കും ഒരു ചാർജ് വേണം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കാർ ഓടാൻ എന്ത് വേണം? ഫ്യൂൽ എനർജി വേണം. ലൈറ്റ് കത്താൻ, ഫാൻ കറങ്ങാൻ കറണ്ട് വേണം. നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് വലിയ മിഷനറി നമ്മൾ പറഞ്ഞു. അതിനൊരു എനർജി എന്താ? എല്ലാവരും പറയും ഫുഡല്ല. ഫുഡ് ഒരു ആവശ്യം. അതിന് എനർജി ഉണ്ടെങ്കിൽ ഇത്രയും സംഗതികൾ കൃത്യസമയത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിന്റെ വേണ്ടിയത് മാഗ്നറ്റിക് എനർജി. അതാണ് ഒറ്റ വാക്യത്തിൽ പറയാം, നോ ലൈഫ് വിത്തൗട്ട് മാഗ്നറ്റിസം. ജീവൻ തുടിക്കണമെങ്കിൽ മാഗ്നറ്റിക് എനർജി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മാഗ്നറ്റിക് എനർജി ഉണ്ടെങ്കിലേ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓക്സിജൻ, പ്രാണവായു എല്ലാ സെൽസും എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു മാഗ്നറ്റിക് എനർജി വേണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കാൽപാദമാകുന്ന സെക്കൻഡ് ഹാർട്ട് ഭൂമിയുമായിട്ട്, മദർ മാഗ്നറ്റുമായിട്ട് ടച്ച് വേണം. അതിന് സാധിച്ചില്ലെങ്കിൽ ഈ ബയോട്ടോറിയം നമ്മൾ യൂസ് ചെയ്യുന്നതോടൊപ്പം ഫുൾ ടൈമും നമ്മുടെ ആ എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവേഷൻ നമ്മുടെ ബോഡിയിൽ കൊടുക്കണം. അത് ബയോമാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ്. ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ. ഇനിയും എനിക്കധികം കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. 7 മണി ആറായി. അപ്പം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ സന്തോഷവും സ്നേഹമുണ്ട്. ഈ ബയോട്ടോറിയം നമ്മളെ ഒരു വിധത്തിലല്ല ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും. ഹെൽത്ത് കൂടുമ്പോൾ നമ്മൾ വെൽത്ത് വരുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരും. രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്വഭാവത്തോടെ ഈ ലോകത്തെ സേവിക്കാനായിട്ട് സാധിക്കും. അതിനെല്ലാം ഉപരി നമുക്ക് തന്നിരിക്കുന്ന ഈ താലന്ത് ബൈബിളിൽ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബൈബിളിലെ ഒരു ഉപമ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാരോടൊക്കെ സുഖമായിട്ട് തൻ്റെ തോട്ടവും കാര്യവും എല്ലാമായിട്ട് വസിക്കുമ്പോൾ യജമാനന് ഒരു വിസിറ്റ് വേണ്ടി വന്നു, ഒരു ഫോറിൻ ടൂർ വേണ്ടി വന്നു. അപ്പൊ എല്ലാവരെയും ഒരു യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നാളത്തെ ഇവിടെ കാണില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാം നിങ്ങൾ ശരിക്ക് വ്യവഹാരം ചെയ്യണം. നിങ്ങളെ ഞാൻ വിശ്വസിച്ച് പോകുന്നു. പക്ഷെ എന്നാലും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മോളെ കെട്ടിക്കണം, അല്ലെ പിള്ളേരുടെ പഠിത്തം നടക്കണം. അതിന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വിഹിതം നിങ്ങൾക്ക് തരുവാന്ന് പറഞ്ഞു ഒരാടെ 5 താലന്ത് കൊടുത്തു. 5 താലന്ത് 1 രൂപ, ഇത്ര കണക്കിന് രൂപയാ. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്, 3 പേരെ വിളിച്ച്, മെയിനായിട്ടുള്ള 3 പേരെ വിളിച്ച് ഇത് വീതം വെച്ച് കൊടുത്തു. എന്നിട്ട് യജമാനൻ ബ്ലസ് ചെയ്തിട്ടോ യജമാനൻ പോയി. യജമാനൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെ 5 താലന്ത് കൊടുത്തവരെ വിളിച്ചു. ഞാൻ തന്ന പൈസ എന്ത് ചെയ്യാൻ ചോദിച്ചു. യജമാനെ, ഞാൻ 5 താലന്തല്ലേ തന്നേ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ അഭിവൃദ്ധിപ്പെട്ടു വന്നു. അതുകൊണ്ട് ഈ 5ൻ്റെ കൂടെ 5 താലന്തും കൂടെ യജമാനെ ഞാൻ തിരിച്ചു തരിക, ബാക്കിയുള്ളത് എൻ്റെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചു. അപ്പം യജമാനൻ പറഞ്ഞു, മിടുക്കൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നെ അധികത്തിൽ നിന്നെ വിചാരകനാക്കുമെന്ന് ജീസസ് പറഞ്ഞു.
എന്നിട്ട് യജമാനൻ പറഞ്ഞു, 2 താലന്ത് കൊടുത്തവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആ താലന്ത് എന്ന് ചോദിച്ചു. അത് രണ്ടും കൂടെ കൊണ്ട് കൊടുത്തു. അങ്ങനെ 4 എണ്ണം കൊടുത്തിട്ട് അവന് വളരെ നന്ദി പ്രകടനം അവിടെ പഠിച്ചു. എന്നാൽ 1 താലന്ത് കൊടുത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, യജമാനെ അന്ന് വലിയ ബഹുമാനത്തോടു കൂടി വന്ന് കാൽപാദത്തിൽ കൊണ്ടുവച്ചിട്ട് 1 താലന്ത് തന്നെ കൊണ്ടുവച്ചു. അപ്പം പറഞ്ഞു, ഞാൻ 1 താലന്ത് തന്നു, നീ അത് യജമാനെ നീ കാഴ്ചവെച്ചത്ര തിരിച്ചു 1 താലന്ത്. അവൻ പറയുന്ന വാക്കാണ് എന്നെ പറഞ്ഞത്. യജമാനൻ വലിയ കോപനും ഒക്കെ വലിയ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒക്കെ വ്യക്തി ആയതുകൊണ്ട് യജമാനൻ ചോദിക്കുമ്പോൾ അത് ഞാൻ നശിച്ചു കളയുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കുഴിച്ചെടുത്ത് കുഴി മാന്തി യജമാന്റെ മുന്നേ കൊണ്ട് വെച്ചു. അപ്പൊ ആ ദാസനോട് എന്ത് പറഞ്ഞു, ദുഷ്ടനായ ദാസനെ, നീ നിന്റെ ഇരുട്ടിലേക്ക് ഞാൻ തള്ളിയിടും, നിന്റേതും കൂടെ എടുത്ത് ഞാൻ ഇത് വ്യവഹാരം ചെയ്ത് വലുതാക്കിയവനെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെയാണ് നമ്മുടെ ഈ ബയോട്ടറി. ദൈവത്തിന്റെ സൃഷ്ടിയിലെ എനർജി ഒരു താലന്തായിട്ട് നമുക്ക് തന്നിരിക്കുക. ഈ ബയോട്ടറിയം സാഗർ ജോഷിക്കോട് സാറിനോട് മനോജ് സാർക്കോട് നമുക്ക് ഒരു താലന്തായിട്ട് വലിയൊരു നിധിയായിട്ട് തന്ന ഈ താലന്ത് നമ്മൾ കുഴിച്ചിടാനായിട്ട് ആരും ശ്രമിക്കരുത്. നമ്മുടെ വളർത്തി നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് തീർക്കുമ്പോഴാണ് ദൈവം അതിന് നമുക്ക് ഫ്രൂട്ട് തരും, ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് കിട്ടിയുന്ന വലിയ താലന്ത് അത് ഇസ് നോട്ട് മെഷറബിൾ. അതിന്റെ ഇമ്പോർട്ടൻസോ അതിന്റെ മാഹാത്മ്യമോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല ആരോഗ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. പന്നാരോഗ്യം വന്നു കഴിഞ്ഞാൽ പന്നാരോഗ്യം വന്നിട്ട് നല്ല ആരോഗ്യം വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് അറിയും. ഞാൻ അത് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ദൈവം തന്നായ ഈ താലന്ത് നമ്മളത് വളർത്തി ഓരോ ദിവസം തോറും വളർത്തിയെടുക്കണം. അതിന്റെ അറിവിൽ കൂടെയും ഡിസ്ട്രിബ്യൂഷൻ കൂടെയും അതിന്റെ ഏണിങ്സിൽ കൂടെയും ആ പൈസ അതും കൂടെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ആ വലിയ ദാനത്തിൽ കൂടെ ദൈവത്തിന്റെ ആ പ്രൊഡക്റ്റിൽ കൂടി ദാനം നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ മീറ്റിങ്ങും POP NDOP ഒക്കെ നടക്കും. നമുക്കറിയാം പുരുഷന്മാരെല്ലാം ഡിസ്പോളൊക്കെ നമ്മളെല്ലാവരും കൂടി ലോഡ്ജിന്റെ അകത്ത് റൂം എടുത്തിട്ട് നല്ലൊരു പുസ്തകം. ഒരിക്കലും ആ ക്ലയൻസ് ആ ഐഡി വിജയിക്കത്തില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയും. ആ പൈസ പാവപ്പെട്ടവർ കൊടുക്കുക. അപ്പൊ നിന്നെ ഒന്നുകൂടെ ദൈവം അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാമല്ലോ നമ്മുടെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല ഫ്ലെയർപ്പായിട്ട് കയറി വന്ന് എല്ലാവരും പോയില്ലേ. എന്ത് കാര്യമാണ്? ദൈവം തന്ന ആ താലന്തിനെ ബുദ്ധിപൂർവ്വം വേണ്ടുന്ന വിധത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്നേക്കുമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പോകേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ബയോട്ടത്തിൽ ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെയും നമ്മുടെ സംസാരത്തിൽ കൂടെയും നമ്മുടെ വിനയത്തിൽ കൂടെയും താഴ്മയിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും നമ്മുടെ ഔദാര്യത്തിൽ കൂടെയും ചാരിറ്റിയിൽ കൂടെയും ഒക്കെ നമ്മൾ ഈ ബയോട്ടത്തിൽ കൂടെ വിജയം വരിക്കാനായിട്ട് സാധിക്കും. അതൊരു നന്മയാവും നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും. ഇന്ന് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ബയോട്ടറിയം ഫാമിലിയാണ്. ഞാൻ, എൻ്റെ ഭാര്യയ്ക്ക് ഡിസ്ക് പ്രൊലാപ്സ് ആയിരുന്നു. മിക്കവാറും ട്രാക്ഷനിലായിരുന്നു. മിക്കവാറും തിരുമ്മി ആംബുലൻസെ കൊണ്ട് തിരുമ്മിയിട്ട് തിരിച്ചു കൊണ്ടുവിടും. ആ സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് ഈ ബയോട്ടറിയം ഉപയോഗിച്ചത്. ഇന്ന് അവിടെ എല്ലാ ജോലിയും ചെയ്യുന്നു. എൻ്റെ 2 മക്കളും, മൂത്ത മോള് ഫിസിയോതെറാപ്പിസ്റ്റാണ് അമേരിക്കയിൽ. അദ്ദേഹത്തിന് മൈഗ്രെയിനാണ്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയ മൈഗ്രെയിനാണ്. കല്യാണം കഴിച്ചു വിട്ടാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അപ്പൊ ഒരു ദിവസമെങ്കിലും എനിക്ക് മൈഗ്രെയിൻ ഇല്ലാത്ത ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് എന്നോട് ചോദിച്ചു. അവളിവിടെ വന്നു. ഞാൻ എൻ്റെ പ്രശ്നം എൻ്റെ പൈസ കൊണ്ട് എന്ന് വെച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർക്ക് കാശുണ്ടായിട്ട് അവർ കാശിട്ടില്ല. ഞാൻ ഈ ബയോട്രിയം കൊടുക്കുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു, മോളെ ഇത് അപ്പായുടെ ജീവിതത്തിൽ നിനക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. മനസ്സിലായി? അപ്പൊ അത് കൊടുത്തു. അവിടെ ആ മൈഗ്രെയിൻ കംപ്ലീറ്റ് മാറി. ഇന്ന് അവള് ഡബിൾ ജോലി ചെയ്യുന്നുണ്ട്. 2ാമത്തെ മോള് അവൾ IT യില്ല. അവളൊരു CA. അപ്പൊ അവള് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഫുൾ ടൈം ഇരുന്ന് ജോലി ചെയ്യുന്നത്. അവൾക്ക് 3 ദിവസം കുടിക്കുമ്പോൾ അപ്പി പോത്തും. അതിലല്ലേ ഒരു ഷോൾഡറിന് ഭയങ്കര പെയിനാണ്. അപ്പൊ ഇവിടെ വന്ന തീരുമാനമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച അവക്കും എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ചു ഒരു ഗിഫ്റ്റ്. എന്നിട്ടൊരു എൻ്റെ അടുത്തുണ്ട് ചെയറുണ്ട്. ആ ചെയറയിൽ ആ സീറ്റ് ചെയറും എടുത്തിട്ടു. ഒരാഴ്ച കഴിഞ്ഞുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് വയറിളയും. സീറ്റേ ഇരുന്നപ്പം, ബെഡേ കിടന്നപ്പോൾ വയറിളയില്ല, ഈ സീറ്റേ ഇരുന്നപ്പം വയറിളയും. അപ്പൊ രാവിലെ ആ പ്രശ്നമായി. ഞാൻ ചോദിച്ചെന്താ? ഞാൻ ഇന്നലെ ബാത്റൂമിലായിരുന്നു, സാംസം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അത് വേണോടാ, നീ കുറച്ച് എപ്പോഴും ഈ കട്ടിലെ കിടക്കുന്നതിനെങ്കിൽ കുറച്ച് ബാത്റൂമിലും കൂടെ താമസിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞു. അപ്പൊ ഭയങ്കര വയറ്റിളക്കും, ഭയങ്കര സ്മെല്ല്, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത സ്മെല്ല്. നമ്മുടെ വയറ്റിലെ ആമാശയം എല്ലാം കറക്റ്റ്, പറ്റിപ്പിടിച്ചിരിക്കുന്ന ആക്രികളെല്ലാം പോയി. അപ്പൊ ക്ലീനായി. അപ്പൊ അവളിന്ന് പെർഫെക്റ്റ്. രാവിലെ എണ്ണീക്കുമ്പോൾ അപ്പി പോവും. അവിടെ ഷോൾഡർ പെയിൻ മാറി, എല്ലാം മാറി. അവള് അമേരിക്കയിൽ നല്ല സുഖമായിട്ട് വർക്ക്.
2 മക്കള്, അമേരിക്കയിലുള്ള 2 മക്കള്, ഇളയ മോടെ മക്കള് എൻ്റെ കൂടെ ഇവിടെ താമസിച്ചു 1 വർഷം 24-ല്. അപ്പം മൂത്ത മോനെ കെവിൻ എന്ന് പറയും 6ാം ക്ലാസ്സില്, രണ്ടാമത്തെ മിയ എന്ന് പറയും, അവള് 2ാം ക്ലാസ്. സെന്റ് മേരി സ്കൂളിലാണ്, ICSE സിലബസ് ആണ്. അമേരിക്കയിൽ വലിയ പഠിത്തമൊന്നുമില്ല, കൊച്ചു പിള്ളേർക്ക് എല്ലാം കളിയും ചെയ്യും. ഇവിടെ വന്നിട്ട് ഇവർക്ക് ഈ സിലബസുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ വന്നിട്ട് അമ്മയും മോനുമായിട്ട് രാത്രി ഭയങ്കര ബഹളമാണ് ഹോംവർക്ക് ചെയ്യുന്നേ. അപ്പൊ ഇതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കും. ഇവനും എന്റെ പ്രസിഡന്റിന് എന്റെ ഒരു ഗിഫ്റ്റ് ഞാൻ പിള്ളേർക്ക് വാങ്ങിച്ചു. അവർ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. അപ്പൊ ഓണപരീക്ഷയ്ക്കെല്ലാം 18, 20, 22 മാർക്ക് വാങ്ങിച്ച കുഞ്ഞുങ്ങള് ക്രിസ്മസും ഫൈനൽ പരീക്ഷയും ആയപ്പോൾ എല്ലാത്തിനും 100, ഒരെണ്ണം മാത്രം 99. അപ്പൊ ഞാൻ ആ മോനോട് ചോദിച്ചു വാട്ട് ഹാപ്പൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ, ഓരോരുത്തർ ക്ലാസ് എടുക്കാൻ വരും. ഈ ബയോട്ടയെ പറ്റി അറിയാനായിട്ട് രാവിലെ അവർക്ക് ക്ലാസ് കൊടുക്കും. 2 പേർക്ക് ഞാൻ അലവ് കൊടുക്കും. ഇവർ ഈ ക്ലാസ്സെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. അവൻ പറഞ്ഞു, അപ്പൊ അതിന് എനിക്കിപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് വീട്ടിൽ വന്ന് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് നമ്മുടെ പിള്ളേർക്ക് നമ്മളിത് വാങ്ങിച്ചിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഭാവി വാഗ്ദാനം. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇത് വാങ്ങിച്ചിരുന്നു. അപ്പൊ എന്റെ വീട്ടിലെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മക്കള്, മരുമക്കള്, കൊച്ചുമക്കൾ. ഞങ്ങള് ഈ ബയോട്ടറി അമേരിക്കയിലെ എന്റെ കൊച്ചുമക്കള് ഒരു 2 വർഷമായിട്ട് ഡോക്ടേഴ്സ് ഓഫീസിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. ഓരോ അസുഖം വന്നിട്ട്. മറ്റേ ഈ അലർജി സീസൺ വരുമ്പോൾ അവർക്ക് അലർജിയാണ്. ഈ പോളൻ ഗ്രീൻസ് ഒരു മാതിരി ഒരു മരം ഉണ്ട്, അതിന്റെ ഇത് വരുമ്പോൾ മിക്കവാറും പിള്ളേർക്ക് ഇവർക്ക് ആ അലർജി വരെ മാറും. ഞാൻ കൊടുത്തവർക്കും ഒരുപാട് പേർക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ചിലവർക്ക് ഡിഫറൻസ് കുറച്ചേ ഉള്ളൂ. ചിലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നേരത്തെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില ക്ലാസ്സിലെ ചില വ്യക്തികൾ പറയുന്നു ആദ്യമേ വെള്ളം കുടിക്കുക, ബാൻഡ് കെട്ട്, പിന്നെ ഗ്രാജുവലി ആയിട്ട് പ്രോഡക്റ്റ്. പക്ഷേങ്കില് നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, റിയലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ വരുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചോണം നമ്മുടെ സെൽസ് എല്ലാം ആക്റ്റീവ് ആകാൻ തുടങ്ങി എന്നൊരു സൈൻ നമുക്ക് കാണിക്കുക. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നശിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞ സാധനം, പെയിൻ, വേദന, തൊണ്ടവേദന, എല്ലാത്തിനും കൂടി വേദന എന്ന് പറഞ്ഞ അസുഖത്തിനോട് വയറുവേദന, പേണ്ട് വേദന, തലവേദന, കിഡ്നിയുടെ എല്ലാ വേദനയിൽ കൂടിയാണ് നമ്മുടെ ഡിസീസിന്റെ സിംറ്റംസ് നമ്മൾ പറയുകയും നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ വേദനയ്ക്ക് വരുമ്പോൾ നമ്മൾ അലോപ്പതി പോകുമ്പോൾ ആന്റി അനാൽജസിക് എന്ന് പറഞ്ഞൊരു ഡെറിവേറ്റീവ് മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര ദോഷകാരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് നമ്മൾ കഴിയുമ്പോൾ വേദന താൽക്കാലികമായിട്ട് മാറും. പക്ഷേങ്കിൽ ആ കെമിക്കൽസിനെ ഡീറ്റോക്സിഫൈ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണെന്ന് അറിയാമോ? കിഡ്നിയുടെ, ലിവറിന്റെ. അപ്പൊ അതിന് ഓവർലോഡ് കൊട്ടുമ്പോൾ അതിന് കേടുവരും. അങ്ങ് ഫാറ്റി ലിവർ ആവും. ഫാറ്റി ലിവറിന് ലിവർ സിറോസിസ്. കിഡ്നി ആകുമ്പോൾ കിഡ്നി ഡയബറ്റിക് ആകും. ഡയബറ്റിക് വന്നിട്ട് ഡയാലിസിസ് ആകും. അപ്പം നമ്മളുടെ ശരീരത്തെ മെഡിക്കൽ വേൾഡ് നമ്മളെ ഉപദ്രവിക്കുന്ന ഏക ഒരു സാധനമാണ്. അന്നേരം സുഖം കിട്ടും, പിന്നെ ദുഃഖം കിട്ടും. അതാണ് അനാജൽസിക്. അതുകൊണ്ട് വേദന എന്ന് പറഞ്ഞ സംഗതി നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതിന് കഴിയുന്ന മരുന്ന് നമ്മളെ മരണത്തിലോട്ട് നയിക്കുന്നതാണ്. നമ്മുടെ ഈ ബയോട്ടറിൽ കിടക്കുമ്പോഴും വേദനകൾ വരും. അതാണ് ഞാൻ പറയാൻ കാര്യം. വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രകൃതി എന്നെ തലോടാൻ തുടങ്ങി, എൻ്റെ കേടായ സെൽസിനെ റിജനുവേഷൻ കൊടുക്കാൻ തുടങ്ങി എന്നുള്ള നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന് വീണ്ടും അത് ഉപയോഗിക്കുകയും വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യുമ്പോൾ ആ മെറ്റാബോളിക് പ്രോസസ് ചെയ്യുന്ന, ഡെറിവേറ്റ് ചെയ്യുന്ന ആക്രി സാധനങ്ങളെല്ലാം നമ്മൾ മൂത്രത്തിൽ കൂടെയും മലത്തിൽ കൂടെയും സെറ്റിൽ കൂടെയും കൂടെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പെയിന് റിലീഫ് കിട്ടും. മനസ്സിലായി? അതുകൊണ്ട് വാട്ടർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു എലിമിനേറ്റ് അവർ ആക്രി പ്രൊഡക്റ്റ് ആൻഡ് ടു ചാർജ് അവർ ബോഡി. മാഗ്നറ്റിക് എനർജി ഈസ് വെരി എസെൻഷ്യൽ. സോ ബ്ലസ് ഈ ബയോട്ടറിയം, ബ്ലസ് എവരിബഡി. താങ്ക് യു. ഗോഡ് ബ്ലസ് എവരിബഡി. താങ്ക് യു ഡോക്ടർ. ഇത്രയും നേരം നമുക്കൊരു നല്ല അറിവ് ഡോക്ടർക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മനോജ് സാർ ഒരു ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കൺക്ലൂഡ് ചെയ്യാൻ മനോജ് സാർ പറഞ്ഞു. ഞാൻ ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ഒരു 15 വർഷമായിട്ട് എനിക്ക് അലർജി ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് തടിമില്ലൊക്കെ ആയിരുന്നു. എനിക്ക് 7 ദിവസം കൊണ്ട് എൻ്റെ അലർജി മാറിയത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഞാൻ ഇത് ആളുകളിൽ ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഇത് ഇപ്പോഴും ഇത് ഉപയോഗിക്കും. ഇപ്പൊ ഇതിനകത്ത് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മളിത് കൃത്യമായി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതി, നമ്മളിത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് രാത്രി കിടക്കുമ്പോൾ
എല്ലാവരും ബ്രഷ് ചെയ്തിട്ട് കിടക്കണം. ബ്രഷ് ചെയ്തിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മുടെ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം കുടിക്കണം രാവിലെ വെറും വയറ്റില്. ഈ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ നമുക്ക് രാവിലെ കുടലിലുണ്ടാവുന്ന ചീത്ത ബാക്ടീരിയസ് എല്ലാം ഇല്ലാതാവുകയും ഈ ഗ്യാസിന്റെ പ്രശ്നം ഇല്ലാതാവുകയും ചെയ്യും. അവിടെ തൊട്ടാണ് നമ്മുടെ ഒരു ദിവസത്തിന്റെ ആദ്യ ഇംപ്രൂവ്മെന്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ഈ മിനിമം 3 ലിറ്റർ വെള്ളം, അതായത് 20 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ എല്ലാവരും അത് കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ ഈ റിസ്റ്റ് ബാൻഡ് പകല് കയ്യിലോ കാലിലോ എവിടെങ്കിലും കൃത്യമായിട്ട് ധരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബയോടൂറിസത്തിന്റെ പ്രോഡക്റ്റ് കൊണ്ട് പൂർണ്ണമായ റിസൾട്ട് കിട്ടൂ. ഒരുപാട് പേരും അത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ടിന്റെ കുറവ് ആളുകൾ പറയുന്നതും ഈ റിസൾട്ട് താമസിച്ച് കിട്ടാനുള്ള കാരണം അതാണ്. പിന്നെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ആളുകളെ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രധാന കാരണമുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം വിളിക്കും, പിന്നെ അവരെ വിളിക്കത്തില്ല, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കുറവ് നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. പിന്നെ അതുപോലെ കൃത്യമായിട്ട് എല്ലാവരും ഇത് ഡെമോ ഓരോരുത്തരെയും കാണിക്കാൻ പഠിച്ചു. ഇപ്പൊ ഞാൻ അതിലാണ് വിജയിക്കുന്നത്. കാരണം ഞാൻ ഒരാളെ കിട്ടിയാൽ അവർക്ക് ആദ്യം ഞാൻ കൊടുക്കുന്നത് ഡെമോയാ. ഈ ഡെമോ കാണിച്ചാൽ അവരുടെ ഉള്ളിൽ തട്ടും ഇതെന്താണെന്ന്. അത് നമുക്കൊരു 10 പേർക്ക് കൊടുത്താൽ 2 പേരെ ഉറപ്പായിട്ട് അവർ നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് മേടിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഡെമോ പിന്നെ പഠിക്കുക. അറിഞ്ഞുകൂടാത്തവരെല്ലാം ഈ ഡെമോ കാണിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഡെമോകളുണ്ട്. ഡെമോ കൃത്യമായിട്ട് ഈ മീറ്റിങ്ങുകളിലൊക്കെ വന്ന് പഠിക്കുക. അതുപോലെ കൃത്യമായിട്ട് എല്ലാവരും ഇത് വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ സൂം മീറ്റിംഗ് കൃത്യമായി അറ്റൻഡ് ചെയ്ത്, ഈ മൊബൈലിന്റെ ചാർജ് ചെയ്യുന്ന മാതിരിയാണ് നമ്മുടെ ഈ ബയോടൂറിയം. നമ്മൾ ഒരു ദിവസം ഇത് കേൾക്കാതിരുന്ന, അല്ലെ 4 ദിവസം ഇത് കേൾക്കാതിരുന്ന നമ്മുടെ ചാർജ്, മൊബൈലിന്റെ ചാർജ് കുറയുന്ന മാതിരി നമ്മുടെ ചാർജ് പോകും. അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മുടെ 6 മണിക്കുള്ള സൂം മീറ്റിങ്ങിൽ എല്ലാവരും കയറുക. അതുപോലെ പുതിയതായിട്ട് വരുന്ന ആൾക്കാര് നമ്മൾ ഈ സൂം മീറ്റിങ്ങിൽ കൃത്യമായിട്ട് അവരെ ഇത് കേൾക്കാൻ ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ ഈ ബയോടൂറിയം നമ്മൾ വളരെ ഗംഭീരമായ രീതിയിൽ ആളുകൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുകയും ചെയ്യും. കാരണം ഇത് ആളുകൾ ഒരുപാട് പേരും ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കും ഈ ബിസിനസ് വരുന്നത്. ചിലർ വിചാരിക്കും അവര് ഭയങ്കര പൈസയുള്ളവരാ, അതുകൊണ്ട് ഇത് പറയണ്ട, അവരോട് പറയുന്ന മോശമാണ്. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞ ഇപ്പൊ നല്ല പൈസ ഉള്ള ആൾക്കാർക്കാണ് ഇത് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. അന്നേരം നമ്മൾ ആരെ കിട്ടിയാലും ഈ പ്രോഡക്റ്റ് പറയുമ്പം ഈ ബിസിനസ്സും കൂടെ നമ്മൾ അവരെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുക. നിങ്ങൾ ആദ്യം പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 100% ബോധ്യപ്പെട്ടതിന് ശേഷം, മാത്രമല്ല ഇതൊരു നന്മ ഉണ്ടാവുന്ന ഒരു കർമ്മം കൂടിയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ആളുകളിൽ എത്തിക്കുമ്പോൾ. അങ്ങനെ ഒരു പുണ്യം കിട്ടാനുള്ള ഒരു വഴിയും കൂടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ആളുകളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ബയോടൂറിയത്തെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്തതായിട്ട് അറിയിക്കുന്നു.